തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരു തുറന്ന പുസ്തകമാണ്. ആർക്കും എപ്പോഴും വായിക്കാൻ പറ്റിയ ഒരു തുറന്ന പുസ്തകം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറാ എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവർ, അല്ലാഹുവിൽ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർ, അന്ത്യനാൾ പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർ, അവർക്കൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ ഖുർആൻ ഏത് വിഷയത്തിലാണ് മാതൃക എന്ന വിഷയം നിർണയിച്ചിട്ടില്ല. കാരണം എല്ലാറ്റിലും മാതൃകയാണ് ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പക്ഷേ ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹ കുടുംബജീവിതം പഠിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് എന്ന് മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ശീർഷകത്തിൽ കൊടുത്തതുപോലെ സ്നേഹ കുടുംബമാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ ജീവിച്ച് എന്നിട്ട് മരിക്കുന്നു, നമ്മുടെ ജീവിതം അവസാനിക്കുന്നു എന്ന രൂപത്തിൽ ആകുന്നതിന് പകരം ഇവിടെ നമ്മുടെ കുടുംബജീവിതം തീർച്ചയായും അത് അക്ഷരാർത്ഥത്തിൽ ഒരു സ്നേഹ കുടുംബമാക്കി മാറ്റിയെടുക്കാൻ പുരുഷന്മാര് തയ്യാറാകണം, സ്ത്രീകള് തയ്യാറാകണം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് കട്ടിപ്പാറ ഉസ്താദിന്റെ മൊബൈലിലേക്ക് വന്ന ഒരു മെസ്സേജ് ഉസ്താദ് കാണിച്ചു തന്നു. സൗദി അറേബ്യയിൽ നാട്ടിലേക്ക് മടങ്ങുന്നു എന്ന ലക്ഷ്യവുമായി ജിദ്ദ എയർപോർട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഈ അടുത്ത് മദീനയിൽ നിന്ന് ഒരു പിതാവ് നാട്ടിലേക്ക് വരുന്നു. സ്വന്തം മകളുടെ കല്യാണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പിതാവ് കേരളത്തിൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്നത്. ആ മകൾ ഉൾപ്പെടെ മറ്റു മക്കളെല്ലാം ആ പിതാവിനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പുറത്ത് കാത്തുനിൽപ്പുണ്ട്. പിതാവ് അകത്തു നിന്ന് പുറത്തേക്ക് വരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് വരുന്നത്. എപ്പോഴും നാട്ടിൽ വരുന്ന ആവേശത്തിലേറെ വലിയ ആവേശവുമായിട്ടാണ് ആ ബാപ്പ വരുന്നത്. പക്ഷേ മക്കള് സ്വീകരിക്കുന്നു, വരവേൽക്കുന്നു, കാറിൽ കയറുന്നു. വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിന്റെ ഇടയിൽ വാഹനം ലോറിയിലിടിച്ച് അപകടത്തിൽപ്പെടുന്നു. പിതാവ് മരണപ്പെടുന്നു. വിവാഹത്തിന്, കല്യാണത്തിന് ഒരുങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട മകൾ മരണപ്പെടുന്നു. രണ്ടു പേരുടെയും ഖബറ് തൊട്ടടുത്തായി. ആ ഖബറിൽ അവർ ഇരുവരും അന്തിയുറങ്ങുകയാണ്. എപ്പോഴാണ് നമ്മുടെ ജീവിതം അവസാനിക്കുക എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടുന്ന് ജീവിക്കുമ്പോൾ ഒരു നല്ല സ്നേഹ കുടുംബമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണിക്കാൻ സാധിക്കേണ്ടത്. അതിനു വേണ്ടിയാകണം നമ്മുടെ കുടുംബജീവിതം. അതിന് എല്ലാ അർത്ഥത്തിലും നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു കുടുംബജീവിതമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബജീവിതം ഒന്ന് നോക്കൂ. ഇന്ന് സത്യം പറഞ്ഞാല് നമ്മുടെ ഈ കുടുംബജീവിതം എന്നത് ഒരു ഓട്ടോമാറ്റിക് ആണ്. എന്ത് സംഭവിക്കുന്നു നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ എന്ന് നമ്മൾ ആരും അറിയുന്നില്ല. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതും അറിയുന്നില്ല. പലപ്പോഴും നമുക്കതിന് കാരണം പറയാനുള്ളത് തിരക്കുകളായിരിക്കും. ഞാൻ ചിലപ്പോ പറഞ്ഞാൽ അത് അധികപ്പറ്റായി പോകുമോ എന്ന് എനിക്ക് അറിയില്ല.
എന്നാലും പറയാതിരിക്കാൻ വയ്യ. ചിലപ്പോൾ നമ്മുടെ പ്രവർത്തനത്തിന്റെ തിരക്കിട്ട പ്രവർത്തനത്തിന്റെ കാരണം ചിലപ്പോൾ നമ്മൾ പറയും. പ്രവർത്തനത്തിനിടയിൽ കുടുംബത്തിന് സമയം നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന പ്രവർത്തകരെ എനിക്കറിയാം. ചിലപ്പോൾ വ്യവസായ മേഖലയുടെ കാരണം പറഞ്ഞ്, ബിസിനസിന്റെ കാരണം പറഞ്ഞ്, ജോബിന്റെ കാരണം പറഞ്ഞ്, ഉസ്താദേ കുടുംബത്തിന് വേണ്ടതുപോലെ സമയം നൽകാൻ കഴിയുന്നില്ല എന്ന് എന്തിന്റെ പേരിലാണ് പറയുന്നത് എന്നറിയില്ല. എന്നാലും ചിലരിൽ നിന്ന് അത്തരത്തിലുള്ള വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏത് രംഗത്തും ഏറ്റവും വലിയ തിരക്കിട്ട ജീവിതം ആർക്കാ ഉണ്ടായത്? റഹ്മത്തുൽ ആലമീൻ ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹ കുടുംബമാണ് നമ്മുടെ വിഷയമെങ്കിലും ഈ സദസ്സിൽ നിന്ന് ധാരാളം സ്വലാത്ത് മദീനയിലോട്ട് എത്തണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും തിരക്കിട്ട ജീവിതത്തിനിടയിൽ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാൻ വിട്ടുപോയില്ല. സ്വന്തം കുടുംബത്തെ സ്നേഹിക്കാൻ മറന്നുപോയില്ല. സ്വന്തം കുടുംബത്തിന് സമയം നൽകാൻ വിട്ടുപോയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിന്റെ ഉള്ളിലുള്ള രംഗങ്ങൾ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ എപ്പോഴും ഉണ്ടാകാറുള്ളത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തങ്ങളാണ്. ഒന്നും കൂടി പറയട്ടെ ഉമ്മമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാർ, അതിലും സയ്യിദത്തുന ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട പത്നിമാർക്ക് പകർന്നു കൊടുത്ത ആ സ്നേഹത്തിന്റെ ധാരാളം ഉദാഹരണങ്ങൾ അയവിറക്കുന്നത് കാണാൻ കഴിയും. എത്ര ഹദീസുകളിലാണ് അൻ ആയിഷത റളിയല്ലാഹു അൻഹാ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അടക്കം സ്വഹീഹുൽ ബുഖാരിയിൽ ഉൾപ്പെടെ അത് റിപ്പോർട്ട് ചെയ്ത എത്ര ഹദീസുകളാണ്. ആ ഹദീസുകളിലൊക്കെ സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ എത്രയാണ് അനുഭവങ്ങൾ പറയുന്നത്. എത്ര അനുഭവങ്ങളാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത്. ഇനി കുറച്ചും കൂടി നിങ്ങൾ മുമ്പോട്ട് വന്നാൽ സ്റ്റേജിലോട്ട് കയറേണ്ടി വരും. അതങ്ങനെയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളിവിടൊക്കെ ഒരുമിച്ചു കൂടിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സദസ്സ് കാണും. അള്ളാഹു തങ്ങൾ അനുഗ്രഹിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. തങ്ങളെ സദസ്സിൽ വല്ലാത്ത അദബ് പാലിക്കണം. മദീനത്തെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു റൂമിൽ നിന്ന് ഒരു ആണി അടിക്കണ ഒച്ച കേട്ടു. നിങ്ങൾ എന്താ പറയാന്ന് എനിക്കറിയില്ല. എന്റെ കന്നഡയിൽ ആണി എന്നാ പറയാ. എന്താ നിങ്ങൾ പറയാ? ഭാഷയുടെ വിഷയത്തിൽ കുറച്ചും കൂടി നിങ്ങൾ ഇങ്ങോട്ട് ശേഖരിക്കണം. ഞാൻ മലയാളി അല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് എന്താ ആണി അടിക്കാന്നല്ല പറയാ. അത് കുറച്ചും കൂടി ഒച്ചത്തിലങ്ങ് ആ ശബ്ദം കേട്ടപ്പോ ആയിഷ ഉമ്മ എന്ത് ചെയ്തു എന്നറിയോ? റളിയല്ലാഹു അൻഹ ഒരാളെ പറഞ്ഞയച്ചു ആ വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ലാ തുദൂ റസൂലല്ലാഹി എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടങ്ങേറാക്കരുത് കേട്ടോ. ഈ ഒച്ച തങ്ങൾക്ക് ഇടങ്ങേറാവും, അതുകൊണ്ട് ഇടങ്ങേറാക്കണ്ട. സത്യത്തിൽ ഞാൻ ഇതങ്ങ് കണ്ടപ്പോ എന്റെ മനസ്സിൽ ഓടിയെത്തിയത് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. ഭർത്താവിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യക്ക് അത് ഓപ്പണാണ്, തുറന്നതാണ്.
ഭാര്യയുടെ ജീവിതം അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു സ്വകാര്യത ഇല്ല. ഉണ്ടോ? ഇല്ല, ഒരു സ്വകാര്യത ഇല്ല. എന്ത് സ്വകാര്യതയാണ്? ഭാര്യന്റെ എല്ലാ സ്വകാര്യത ഭർത്താവിനറിയാം, ഭർത്താവിന്റെ സ്വകാര്യത മുഴുവനും ഭാര്യക്കറിയാം. അതുകൊണ്ടാണ് ഹുന്ന ലിബാസുല്ലക്കും അന്തും ലിബാസുല്ലഹുന്ന എന്ന് ഖുർആൻ പറഞ്ഞത്. ഭാര്യക്ക് ഭർത്താവ് കുപ്പായമാണ്, ഭർത്താവിന് ഭാര്യയും കുപ്പായമാണ്. കുപ്പായം എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവസി മറച്ചു വെക്കാനുള്ളതാ. അതുകൊണ്ട് ഭാര്യയുടെ പ്രൈവസി ഭർത്താവിനും അറിയാം, ഭർത്താവിന്റെ പ്രൈവസി ഭാര്യക്കും അറിയാം. പക്ഷെ അത് മറച്ചു വെക്കാനാണ്, മറ്റുള്ളവർക്ക് മുന്നിലും പിന്നെ പരസ്യപ്പെടുത്താനുള്ളതല്ല. അതുകൊണ്ട് എത്ര ബിസിനസ്സുകാരനായാലും, എത്ര പ്രഭാഷണം നടത്തുന്ന ഉസ്താദായാലും, എത്ര വലിയ നേതൃത്വത്തിലുള്ള ആളാണെങ്കിലും അവരുടെയൊക്കെ കഥ അവരവരെ ഭാര്യമാർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചിലപ്പോ ഞാൻ തന്നെ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒന്നുണ്ടായാല്, അല്ലറ ചില്ലറൊക്കെ ഉണ്ടാവുമല്ല, ഉണ്ടാകുമ്പോൾ ഞാൻ പറയും, നീ എന്താ, ഞാനിപ്പോൾ പുറത്തു പോയാൽ എനിക്ക് എത്രയാണ് നിലയും വില, അത് നിനക്ക് അറിയോ? വീട്ടിൽ വന്നാല് സ്നേഹം കൊണ്ട് പറയാണ്. നമ്മളെ ഭാര്യമാര് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും സ്നേഹിക്കുന്നവരല്ലേ, അവരോട് നമുക്ക് എന്തും പറയാം. അപ്പൊ ഭാര്യ പറയണ ഒരു വാക്കുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, എല്ലാ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാരോട് ഇങ്ങനെ തന്നെ പറയുള്ളൂ. എന്നോട് തന്നെ പറയണമെങ്കിൽ എന്താ പറയാ, നിങ്ങൾ എത്ര വലിയ മൊയിലിയാരാണെങ്കിലും എത്ര വലിയ സ്പീക്കർ ആണെങ്കിലും നിങ്ങ നക്ക് മാപ്പലമേ എന്നാ പറയാ. എൻ്റെ ഭാഷയിൽ അങ്ങനെ പറയാം. എത്ര വലിയ ഉസ്താദാണെങ്കിലും, നിങ്ങൾ എത്ര വലിയ മുദരിസ് ആണെങ്കിലും, എത്ര വലിയ സ്പീക്കർ ആണെങ്കിലും, എത്ര വലിയ ഒറേറ്റർ ആണെങ്കിലും, എത്ര വലിയ പ്രഭാഷണം നടത്തുന്ന ആളാണെങ്കിലും, നക്ക് നിങ്ങ മാപ്പലമേ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഭർത്താവ് തന്നെയാണ് എന്നണ്ട. ആ ഒരു അതിനെന്താ പറയാ, കമ്മ്യൂണിക്കേഷന്റെ അറ്റാച്ച്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണല്ലോ. ആ അറ്റാച്ച്മെന്റ് പോലും ജീവിതത്തിന്റെ ഒരു മേഖലയിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരുടെ മനസ്സിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു അകൽച്ചയുണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് മദീനത്തെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മുറിയിൽ നിന്ന് ആണി അടിക്കണ ഒച്ച കേട്ടപ്പോൾ ഉടനടി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ആളെ പറഞ്ഞയച്ചിട്ട് പറയുന്നു, ലാ തുദൂ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ ശല്യം ചെയ്യരുത് കേട്ടോ. മറ്റൊരിടത്ത് വായിച്ചത് കണ്ടു, കാനത്ത് അബ്വാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഖറഉ ബിൽ അളാഫീർ. ആരെങ്കിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് നിന്നാൽ തങ്ങളെ വീട്ടിന്റെ വാതിൽ മുട്ടുന്നത് എങ്ങനെയാണ്? ബിൽ അളാഫീർ. കൈകൊണ്ടല്ല യുവാക്കളെ, വിരലുകൊണ്ടല്ല ഉമ്മമാരെ, ബിൽ അളാഫീർ, നഖം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിന്റെ വാതിൽ മുട്ടുന്നത്. എന്തുകൊണ്ട്? കൈകൊണ്ട് മുട്ടിയാൽ തങ്ങൾക്കതൊരു ശല്യമായി പോകുമോ എന്ന് മുട്ടിയ ആള് ചിന്തിച്ചതാണ്. തങ്ങൾ അത്രക്കും ശല്യം ചിന്തിക്കുന്നയാളല്ലെങ്കിലും വരുന്ന ആളുകളെ കൽബിൽ പ്രണയത്തിന്റെയും സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയും നിദർശനമാണത്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്നേഹമസൃണമായ കുടുംബ ജീവിതത്തിലേക്ക് നമുക്ക് വരാം. പറയട്ടെ, നമ്മുടെ തിരക്കുകൾ അവസാനിക്കാനില്ല. എന്റെ തിരക്കും അവസാനിക്കാറില്ല, നിങ്ങളുടെ തിരക്ക് അവസാനിക്കാറില്ല. ഓരോ മേഖലയിലുള്ളവർക്ക് ഓരോ തിരക്കുകളാണ്. പക്ഷേ തിരക്കുകൾ കഴിഞ്ഞിട്ട് നമുക്കൊരു കുടുംബ ജീവിതമാകാമെന്ന് ചിന്തിക്കുമ്പോഴേക്ക് അല്ലാഹു നിശ്ചയിച്ച സമയം അവസാനിച്ചിരിക്കും. അതുകൊണ്ട് ബി അലേർട്ട് ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്. സമയം അതിക്രമിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ഉണർന്ന് ചിന്തിക്കൂ. എത്ര തിരക്കുണ്ടെങ്കിലോ ഒരു നല്ല കുടുംബ ജീവിതം നയിക്കുന്നതിന് അത് തടസ്സമായി പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലെ കുടുംബ ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഭാര്യമാരെ വല്ലാതെ സ്നേഹിച്ചു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഭാര്യമാര് ഹബീബായ തങ്ങളെയും സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സ്നേഹിച്ചു. ഇനി ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, അതിന് മറുപടി നിങ്ങൾ കണ്ടെത്തണം. മറക്കപ്പുറത്തിരുന്ന് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിനെ കേൾക്കുന്ന എന്റെ ഉമ്മമാര് മറുപടി കണ്ടെത്തണം, സഹോദരിമാര് മറുപടി കണ്ടെത്തണം. ഈ അടുത്ത കാലത്ത് നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നതുണ്ടോ? ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്ന എത്ര ആളുകളുണ്ട്? അതിനൊന്നും എനിക്ക് നേരം കിട്ടിയിട്ടില്ല എന്നാ പലരുടെയും മറുപടി. ഇനി ഏത് നേരത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്? പ്രവാസികളാകുമ്പോ പ്രത്യേകിച്ച് പറയുകയാണ്, ഒരു പുരുഷായുസ് മുഴുവനും ഗൾഫ് നാടുകളിൽ ചെലവഴിക്കുന്നു. അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ, വലിയ സന്തോഷം അല്ലാഹു നൽകട്ടെ. ഒരു പുരുഷായുസ് മുഴുവനും ഗൾഫിൽ ചെലവഴിക്കുന്നു. കാണുമ്പോഴൊക്കെ പറയലെന്താ, ഉസ്താദെ ഇനി കുറച്ചു കാലം കൂടി അധ്വാനിച്ചിട്ട് നാട്ടിൽ പോയിട്ടൊന്ന് സെറ്റിലാകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയും. നാട്ടിൽ പോയി സെറ്റിലാകുമ്പോഴേക്ക് അള്ളാഹു സെറ്റിലാക്കിയിരിക്കും അല്ലേ? അല്ല, അങ്ങനൊന്നും ഉണ്ടാവും. അള്ളാഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിലായി നല്ല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. നമുക്കൊരു നാളെയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന പ്രവാസി കൂട്ടുകാരോട്, എന്റെ പ്രിയപ്പെട്ട ജേഷ്ഠാനുജന്മാരോട് ഞാൻ ചോദിക്കുന്നു, ഉമ്മ പെങ്ങന്മാരോട് ചോദിക്കുന്നു, എനിക്കുണ്ടോ ഒരു നാളെ? ഈ UAE-യിൽ നാളെയും ഞാൻ ഇതുപോലത്തെ ഒരു വേദിയിൽ പ്രഭാഷണം നടത്താനുണ്ട്. പക്ഷേ എനിക്ക് ആ നാളെയുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു നാളെ? ഇനി ഒരു പക്ഷെ അങ്ങനെ ഒരു നാളെ ഉണ്ടെങ്കിൽ ആ നാളെ ഏതാണ്? ആ നാളെ ഏതാണ്? ഷുഗർ ഉള്ള നാളെയാണ്, പ്രമേഹ രോഗങ്ങളുള്ള നാളെയാണ്, ലിവറ് പിന്നെ സെക്കൻഡ് ഗ്രേഡും കൂടി കഴിഞ്ഞു, തേർഡ് ഗ്രേഡിലാ ഉസ്താദേ. ആ നാളെയാണ്. അള്ളാഹു കാക്കട്ടെ. ഉറക്ക ആമീൻ പറയാം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. വല്ലാത്ത മുട്ടുവേദനയുള്ള നാളെയാണ്, ഊരവേദനയുടെ നാളെയാണ്. വ്യത്യസ്തമായ രോഗങ്ങൾ നമ്മുടെ ശരീരത്തെ പിടിച്ചു കുലുക്കുന്ന നാളെ. ആ നാളെയിലാണോ നമ്മൾ സന്തോഷിക്കേണ്ടത്? അതല്ല നിലവിലുള്ള വർത്തമാനത്തിലാണോ, പ്രസന്റിലാണോ നമ്മൾ സന്തോഷിക്കുന്നത്? എത്രയാണ് ആവശ്യമുള്ള ഭാരങ്ങൾ പോകട്ടെ, അനാവശ്യമായ ഭാരങ്ങൾ. ആവശ്യമുള്ള ഭാരം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വഹിക്കേണ്ടത് തന്നെയാണ്. അത് വഹിച്ചില്ലെങ്കിൽ ആര് വഹിക്കും? ഒരു കുടുംബനാഥൻ എന്ന് പറഞ്ഞാൽ, ഉമ്മാ, ഞാൻ എപ്പോഴും നാട്ടിൽ വെച്ച് വാത് പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, മക്കളോട് ഞാൻ പറയാറുണ്ട്, മക്കളെ, ഉമ്മാനെ മാത്രം സ്നേഹിച്ചാ പോരാ, ബാപ്പനെ സ്നേഹിക്കണം. കാരണം ബാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാനെയും മക്കളെയും പുറത്തു നടക്കുന്ന ആളാണ് കുടുംബനാഥൻ, ബാപ്പ. അള്ളാഹു ആ ബാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അല്ലേ? ആ ബാപ്പ ഭാരം ചുമക്കേണ്ടതൊക്കെ ഭാരം ചുമക്കണം, അല്ലെങ്കിൽ ആര് ചുമക്കും? പക്ഷെ അത്യാവശ്യമുള്ളത് മാത്രം ചുമന്നാ പോരെ. അനാവശ്യമായത് ഒരിക്കലും ഒരു ബാപ്പ എന്തിനാണ് ചുമക്കണത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചിടും. എല്ലാം വേണമെന്നൊരു ചിന്തയാണ് പലപ്പോഴും. നല്ല മനസ്സിന് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടിയാ പോരെ. അങ്ങനെ ആഗ്രഹമുള്ളൊന്നും കൈബൊക്ക്. മനസ്സിന് സമാധാനമുള്ള ഒരു ജീവിതം കിട്ടിയാൽ മതി ഉസ്താദേ. അപ്പോഴും പൊങ്ങാത്ത കൈയുണ്ട്. എന്താ, മനസ്സിന് സമാധാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തിരക്കേടില്ല ഉസ്താദേ. വലിയ കൊട്ടാരം വേണം, വലിയ വാഹനം വേണം. ആ എന്തിനാ? അതിപ്പോ എന്തെന്നാ പറയാ, കുറെ കാലായി ഗൾഫ് ജീവിതം. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ വലിയ കൊട്ടാരണ്ടാക്കിയിട്ട് അതിൽ വസിക്കുകയാണ്, വലിയ വാഹനത്തിലൊക്കെ സഞ്ചരിക്കുകയാണ്. ഞാൻ ഇപ്പോഴും ഒരു ചെറിയ ഒറ്റ നിലയിലുള്ള ഒരു 3 ബെഡ്റൂമുള്ള ഒരു വീട്ടിലാണ്, ഒരു ചെറിയ അത്യാവശ്യമുള്ള ഒരു വാഹനത്തിലാണ്. എന്നാലും എനിക്ക് ഉറക്കം വരാതിരുന്നിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ഉറക്കം വരാതിരുന്നിട്ടുണ്ടോ? നിങ്ങളെന്താ മിണ്ടാത്തെ? ഉറക്കം വരാത്തതുപോലെ ഉറക്കം വരാതിരുന്നിട്ടുണ്ടോ? ഇല്ല.
വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നയാളുടെ അതേ ഉറക്കാണ് എനിക്കും ഉറക്കം കിട്ടിയിട്ടുള്ളൂ. ഒരു പക്ഷേ അയാൾക്ക് കിട്ടാത്ത സുഖം ഈ ചെറിയ വീട്ടിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അയാൾക്ക് കോടികൾ കടണ്ട്, ലക്ഷങ്ങൾ കടണ്ട്. ആ കടമുണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഈ വലിയ കൊട്ടാരം പണിതത്. എന്നാൽ ഞാനൊരു ചെറിയ വീടുണ്ടാക്കിയപ്പോ ആ വീടിനൊരു കടല്ല, ഉള്ളതനുസരിച്ച് ഞാൻ വീടുണ്ടാക്കിയതാണ്. എന്നാ സ്വസ്ഥായിട്ട് ടെൻഷൻ ഇല്ലാതെ മനസ്സമാധാനത്തോടെ കടന്നുകൂടെ? ഇത് മറ്റത് അങ്ങനെയല്ല. ഈ വലിയ എല്ലാ വലിയ വീടുകൾ അങ്ങനെയാണെന്നല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുതേ. എല്ലാ വലിയ വലിയ കൊട്ടാരങ്ങള് കടണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയതെന്നും പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല. ഈ ഉള്ളതനുസരിച്ച്, കയ്യിലുള്ളതനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഉള്ളതിന്റെ തോതനുസരിച്ച് വലിയ വീട് ഓക്കെ. ഇല്ലാത്ത ഞാൻ എന്തിനാണ് വലിയ വലിയ വീട് തന്നെ എനിക്ക് വേണമെന്ന് വാശി പിടിക്കുന്നത്? ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല. നമ്മുടെ ഉള്ള വഴിയനുസരിച്ചല്ലേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇതങ്ങനെയല്ല. ടോയ്ലറ്റിൽ പോയി ഇരുന്നാലും ടോയ്ലറ്റിന്റെ ടൈൽസ് കാണുമ്പോൾ കടം വീട്ടാണ്ടെന്നല്ലേ ചിന്തിക്കണേ. കടണ്ടാക്കിയിട്ടുണ്ടാക്കിയ വീടാണെങ്കിൽ പലപ്പോഴും ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് പല ഓർമ്മ വരുന്നത്. കാരണം അപ്പോഴാണ് കുറച്ച് ഫ്രീ ഉണ്ടാവുക. അപ്പോഴും ചില മനുഷ്യന്മാരെ മൊബൈലുമായിട്ടാണ് കക്കൂസിലേക്ക് പോകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പലപ്പോഴും കയ്യിൽ മൊബൈൽ ഇല്ലാത്തൊരു സമയം അപ്പോഴാണ്. ആ സമയത്ത് ഇരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പലതും ഇങ്ങനെ ഓർക്കും. നാവ് കൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ, കൽബ് കൊണ്ട് ഓർക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അവിടെ നിന്ന് ഇങ്ങനെ ഓർക്കുമ്പോ ഈ ടോയ്ലറ്റിന്റെയും വാഷ്റൂമിന്റെയും ടൈൽസും മറ്റൊക്കെ കാണുമ്പോ അപ്പോഴും ഓർമ്മ വരണത്, അല്ല കടം വീട്ടാണ്ടല്ലോ, ഇതിന്റെ ഒക്കെ കടം ബാക്കിയാണല്ലോ. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു വീഡിയോ കണ്ടു. അതില് എന്താ പറയണതെന്നറിയോ? 2023 ലോക ആരോഗ്യ സംഘടന പുറത്തു കൊണ്ടുവന്ന ഒരു കണക്കുണ്ട്. പുരുഷന്മാരെ കൂട്ടത്തില് 11 മില്യൺ പുരുഷന്മാരാണ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിട്ടുള്ളത് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. 11 മില്യൺ പുരുഷന്മാർ ഹാർട്ട് അറ്റാക്കിനെ തുടർന്ന് മരണപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ആവശ്യമില്ലാത്തതൊക്കെ തലയിൽ പുറത്തു നടക്കും. വലിയ ടെൻഷനിലാണ് പലപ്പോഴും ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഭർത്താവിനെ സ്നേഹിക്കേണ്ടത് ദുനിയാവിന് വേണ്ടിയാകരുത്, ദുനിയാവിന്റെ സീനത്തിന് വേണ്ടിയാകരുത്. ഹബീബായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്നേഹമസരണമായ കുടുംബ ജീവിതത്തിലേക്ക് നമുക്കൊന്നു വരാം. ഇന്ന് ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിലെ ആയത്താണല്ലോ. സൂറത്തുൽ അഹ്സാബിലെ 21 നമ്പർ ആയത്താണത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് അല്ലാഹ് പറയുന്നു, യാ അയ്യുഹൻ നബിയു, ഓ നബിയേ, ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ ഫതആലൈൻ ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. മറ്റുള്ള സ്ത്രീകൾ ദുനിയാവിന്റെ പിന്നിൽ പോകുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട പത്നിമാർക്ക് അത്തരത്തിലുള്ള ചിന്ത അവരുടെ കൽബിൽ ഉദിക്കൂല എന്നറിയാമല്ലോ. കാരണം അവർക്ക് എല്ലാറ്റിലും ഉപരി ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പലപ്പോഴും തങ്ങളെ കുറിച്ച് പറയുമ്പോ എന്റെ ഭർത്താവ് എന്ന് മാത്രമല്ല പറയാറുള്ളത്, റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്നാണ് പറയാറുള്ളത്. എന്നാലും ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണല്ലോ ഭാര്യയോടൊന്ന് ചോദിക്കുക എന്നത്. ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നാകണ്ട നബിയെ. തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരോട് ഒന്ന് ചോദിച്ചു നോക്കൂ. ഇൻ കുൻതുന്ന തുരിദുനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഓ എന്റെ പ്രിയപ്പെട്ട പത്നിമാരെ, നിങ്ങൾക്ക് ദുനിയാവ് വേണമെന്നുണ്ടോ?
ദുനിയാവിന്റെ സൗന്ദര്യം വേണമെന്നുണ്ടോ? ചിലപ്പോൾ എന്റെ കൂടെ കഴിയുമ്പോൾ അള്ളാഹു പൊരുത്തപ്പെട്ട ദുനിയാവ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അള്ളാഹു അംഗീകരിച്ച ആസ്വാദനം മാത്രമേ കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് അത് പോരാ എങ്കിൽ പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്ത സൗന്ദര്യവും കൂടി ആവശ്യമാണ്. റബ്ബ് ഇഷ്ടപ്പെടാത്ത ദുനിയാവും കൂടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതേ ഫതഅലൈൻ, നിങ്ങൾ ഇങ്ങോട്ട് വരൂ. ഉമത്തിഉകുന്ന വ ഉസർരിഉകുന്ന സറാഹൻ ജമീലാ. നല്ല രൂപത്തിൽ തന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞേക്കാം. നിങ്ങളെ വഴിക്ക് നിങ്ങളെ ഞാൻ വിട്ടേക്കാം. നിങ്ങളെ എന്റെ കൂടെ, എന്നെ പേടിച്ച് നിങ്ങൾ എന്റെ കൂടെ നിൽക്കേണ്ടുന്ന ആവശ്യമില്ല. നല്ല വിധേന നിങ്ങളെ ഞാൻ വിട്ടേക്കാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു ഇങ്ങനെ ഒരു ആയത്തിറക്കിയപ്പോൾ അതാദ്യം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ആരോടാണ്? പ്രിയപ്പെട്ട പത്നിയായ ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തുനാ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആയിഷ ഉമ്മയോട് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, അന്ന് ചെറിയ പ്രായാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാക്ക്. ആയിഷ, ഞാനൊരു വിഷയം പറഞ്ഞോട്ടെ, ചിന്തിച്ച് തീരുമാനിച്ചാ മതി, ഒറ്റക്ക് തീരുമാനം എടുക്കേണ്ടതില്ല. ഒന്ന് ബാപ്പാനോടും കൂടി ഒന്ന് ചോദിച്ചു ആയിഷ. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെയാണ് ആയിഷ ഉമ്മയോട് മുത്തുനബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ചെറിയ പ്രായല്ലേ, ലിസുഗരിഹാ എന്നാ ചരിത്രത്തിൽ കാണുന്നത്. ആയിഷ ഉമ്മാന്റെ പ്രായം ചെറുതായത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഡീഷണലായി അങ്ങനെയും കൂടി പറഞ്ഞു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ, ഞാനൊരു അഭിപ്രായം ചോദിക്കാണ്. തീരുമാനം ഒറ്റക്ക് എടുക്കണ്ട, ബാപ്പാനോടും കൂടി ഒരു മുഷാവറ ചെയ്തിട്ട് എടുത്താ മതി. കാരണം ചെറിയ പ്രായല്ലേ, കണ്ട, ചെറിയ പ്രായല്ലേ, എടുത്താ മതി. അങ്ങനെയാണ്. ഓ യുവതികളെ, പെൺകുട്ടികളെ, തീരുമാനമെടുക്കുമ്പോ നിങ്ങൾ ചെറിയ പ്രായമാണ്. ചിലപ്പോൾ നിങ്ങളുടെ കൽബിൽ ആരോടെങ്കിലും പ്രണയമുണ്ടാകും, ഏതെങ്കിലും ഒരു കാമുകനെ സ്നേഹിച്ചിരിക്കും. ഇന്ന് കാലം അങ്ങനെയാണ്. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പാവങ്ങളാണ്. അവർ പെട്ടെന്നാണ് ചതിയിൽ പെട്ടുപോവുക. അവർ മോശക്കാരായതുകൊണ്ടല്ല. ബാപ്പാ, അവളെ എനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ചാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? ഒരു മകൾ അങ്ങനെ പോയി, അടുത്ത മോളും കൂടി അത് കണ്ടിട്ട് അങ്ങനെ പോകുമ്പോ ബാപ്പ തീരുമാനിക്കാണ്, എനിക്ക് 2 മക്കളില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. തീരുമാനിക്കാൻ ഇവിടുന്ന് എളുപ്പാണ്, അവിടുന്ന് എന്ത് തീരുമാനിക്കും ആഖിറത്തിൽ? ചെറിയ മക്കളാണ് പെൺകുട്ടികളെ നിങ്ങള്. എന്റെ അനുജത്തിമാർ, എന്റെ സിസ്റ്റേഴ്സുമാർ ഈ സദസ്സിൽ ഇരുന്ന് സ്ത്രീകൾക്ക് പ്രത്യേകം സൗകര്യം ഏർപ്പെടുത്തിയ സ്ഥലത്തിരുന്ന് എന്റെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ, ലൈവിലും കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തന്നെ കുറെ ആളുകൾ വിളിച്ചു ചോദിച്ചു, ഇന്നലത്തെ മംഗലാപുരത്ത് നിങ്ങൾ നടത്തിയ പ്രഭാഷണത്തിന്റെ ബാക്കി ഇന്ന് ദുബായിൽ സംസാരിക്കുന്ന പറയണത്, ഇതുവരെ ലൈവ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് സ്നേഹജനങ്ങൾ വിളിച്ചു. അൽഹംദുലില്ലാ, അവർക്കൊക്കെ ലൈവ് അയച്ചു കൊടുത്തു. ലൈവിന്റെ ലിങ്ക് ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് തീരുമാനിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതിപ്പോ എന്താ കഥ? നന്നായി പഠിപ്പിക്കും ബാപ്പ, സ്വന്തം മക്കളെ പഠിപ്പിക്കും, നന്നായി പഠിപ്പിക്കും. എന്നിട്ടോ എവിടെയാ പഠിപ്പിക്കുന്നത്? കണ്ണെത്താത്ത ദൂരത്തിൽ ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർക്കും. അപ്പൊ എന്റെ മോൾ എവിടെയാണുള്ളത്? മോള് മംഗലാപുരത്ത് പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പഠിക്കുകയാണ്, തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്, അതുപോലെ കാനഡയിൽ പഠിക്കുന്നു. ഞാൻ പറയുന്നത് ദൂരെ പഠിക്കണ പെൺകുട്ടികളൊക്കെ പഴച്ചു പോകുന്നു എന്നല്ലട്ടോ, നിങ്ങൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ പഴച്ചു പോകാൻ സാധ്യതയുടെ കവാടം തുറന്നു കിടക്കുന്നു എന്നത് നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളത് മറക്കാൻ പാടില്ല. നമ്മുടെ കൺമുന്നിൽ എപ്പോഴും മക്കൾ ഉള്ളതുപോലെയല്ല, കണ്ണെത്താത്ത ദൂരത്തിൽ നമ്മുടെ മക്കൾ പോയി പഠിക്കുമ്പോൾ അവസാനം പഠനം കഴിഞ്ഞ് സ്വന്തം ഉമ്മയും ബാപ്പയും ഈ മകൾക്ക് നല്ലൊരു ആലോചന കൊണ്ടുവന്ന് കെട്ടിച്ചയക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് മകളുടെ മുഖത്ത് വല്ലാണ്ട് എന്തോ ഒരു സുഖക്കുറവ്. അവസാനം പറയണോ, എനിക്ക് ഒരുത്തനോട് പ്രണയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഉളുപ്പില്ലാതെ ബാപ്പാന്റെ മുഖത്തോട് പഴയൊരു കാലങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഇപ്പൊ 1.5 മണിക്കൂറൊന്നും പോരാ ഈ സമയം. ഇതൊന്നും 1 മണിക്കൂർ കൊണ്ട് എവിടേക്കും എത്തൂല ഈ സമയം. ഞാൻ ചുരുക്കുകയാണ്, കുറച്ചും കൂടി വേറെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പഴയ കാലത്ത് ഒരു നിക്കാഹ് കഴിഞ്ഞ് ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പുതിയ പെണ്ണിനെ മോളെ പിന്നെ പുതിയാപ്പളന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗുണ്ട്. നിക്കാഹ് ചെയ്യലോട് കൂടെ ഏൽപ്പിക്കലായി, എന്നാലും ജീവിതത്തില് ആദ്യമായിട്ടാണ് ഒരു അന്യപുരുഷന്റെ കൈ പിടിക്കണേ മോള്. അതുകൊണ്ട് തന്നെ ബാപ്പ തന്നെ മോളെ കൈപിടിച്ച് പുതിയാപ്പളന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നന്നായി നോക്കണട്ടോ എന്നും പറഞ്ഞ് പാപ്പാന്റെ ഇങ്ങനെ കണ്ണുനീരിറ്റും. അന്ന് ഈ കൈ ഈ ഭർത്താവിന്റെ കയ്യിൽ അങ്ങൊന്ന് ഫിക്സായി കിട്ടാൻ എന്തൊരു പ്രയാസാന്നറിയോ? കാരണം അത്രയും ബാപ്പ മെനക്കെടും. കാരണം ഇത് അനുഭവമില്ലാത്തതാണ്. ഇന്ന് കാലം മാറി, ന്യൂ ജനറേഷൻ ആണല്ലോ, ഫ്രീക്കന്മാരാണല്ലോ, അഭിമാനത്തോടെ ഫ്രീക്കൻ എന്ന് പറയുകയാണല്ലോ. വന്നിട്ട് ബാപ്പാന്റെ മുഖത്തു നോക്കിയിട്ടാ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ടാ ഉളുപ്പില്ലാതെ, പച്ച മലയാളത്തിൽ അങ്ങനെ തന്നെയാ പറയാ, അധികപ്പറ്റായെങ്കിൽ ക്ഷമിക്കണം, ഉളുപ്പില്ലാതെ പറയാണ്, എനിക്കൊരുത്തനോട് പ്രണയമുണ്ട്. അത്രേ പറയുള്ളൂ. എന്തൊരു ലാഘവത്തോടെയാ പറയണേ. ഇത് ഈ ബാപ്പ കേൾക്കാണ്. എന്ത് ചെയ്യും കേട്ടിട്ട്? ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. പെങ്ങളെ, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാചകം ഒന്ന് നോക്കൂ. ആയിഷ ഉമ്മയോട് പറഞ്ഞു, ആയിഷ, അഭിപ്രായം ചോദിക്കുന്നു നിങ്ങളോട്, പക്ഷേ നിങ്ങൾ ചെറിയ പ്രായാണ്, ചെറിയ പ്രായത്തിന് അതനുസരിച്ചേ പക്വത ഉണ്ടാവുള്ളൂ. ആയിഷ ഉമ്മാക്ക് പ്രായത്തിൽ അപ്പുറം പക്വത ഉണ്ടായിരുന്നു. പെങ്ങളെ, ആയിഷ ഉമ്മാക്ക് പ്രായത്തിനപ്പുറം പക്വത ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആയിഷ ഉമ്മയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരഭിപ്രായം ചോദിക്കാണ്ട് തീരുമാനം ബാപ്പാനോടും കൂടി ചോദിച്ചിട്ട് പറഞ്ഞാ മതി എന്നാണ്. ആ സ്ഥലത്താ ഇന്നിപ്പോ ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാ, എനിക്കൊരുത്തനോട് പ്രണയാണ്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നിങ്ങൾ ആരെയും നോക്കണ്ട, ഞാൻ തന്നെ നോക്കി വെച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വേണ്ട, ആ തീരുമാനം പാടില്ല. പറയട്ടെ, ഒരൊറ്റ കാര്യം കൂടി പറയുന്നു. വല്ലാത്ത ധൂർത്തിന്റെ പിന്നിലാണ് നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ആഡംബരത്തിന്റെ പിന്നിലാണ് നമ്മുടെ സമുദായം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മോട് വലിയ സ്നേഹം ഇങ്ങോട്ട് വേണ്ടേ? അവിടുത്തെ റൗള ശരീഫിൽ കിടന്നിട്ട് അൽഹംദുലില്ലാഹ്, എന്റെ ഒരു ഇടപെടൽ കാരണം, എന്റെ ഒരു പ്രവർത്തനം കാരണം മദീനത്ത് കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗള ശരീഫിൽ നിന്ന് ധാരാളം അൽഹംദുലില്ലാഹ് പറയേണ്ടതില്ലേ? കല്യാണത്തിന്റെ പേരില് ഇന്ന് എത്രയാണ് ആഭാസങ്ങൾ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, ചിലരുടെയൊക്കെ ധാരണ അത് നടത്തിയിട്ടില്ലെങ്കിൽ ഞാൻ നാട്ടിലൊരു മാന്യനാകൂല എന്നാണ്. വലിയ സങ്കടത്തോടെ പറയട്ടെ, സ്വന്തം മക്കളുടെ താല്പര്യത്തിന് ദീനീ ബോധമുള്ള ബാപ്പയും ഉമ്മയും ആ ആഡംബരത്തിനും ആഭാസത്തിനും അതാ വഴങ്ങിക്കൊടുക്കുന്നു. ഹാജിയാരെ മെല്ലെ അങ്ങ് വിളിച്ചിട്ട്, എന്താ ഹാജിയാരെ, നാട്ടാരെ മുന്നിൽ പറയാൻ പറ്റുമോ ഇത്? എന്താ നിങ്ങളെ മോളെ കല്യാണത്തിന്റെ പേരില്, മകന്റെ കല്യാണത്തിന്റെ പേരില് കാട്ടിക്കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് കണ്ണുനീരിറ്റിച്ച് പുതിയാപ്പളയുടെയും പുതിയ പെണ്ണിന്റെയും ബാപ്പ പറയാണ്, എന്ത് ചെയ്യാ ഉസ്താദേ, കുട്ടികൾ പറഞ്ഞാ കേക്കണ്ടേ? ബാപ്പാന്റെ മറുപടിയാണ്, മക്കള് പറഞ്ഞാല് കേൾക്കാതിരിക്കാൻ പറ്റോ? എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല. സ്വന്തം മക്കള് പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റോ? അതുകൊണ്ട് തന്നെ കണ്ണടക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല എന്ന് ബാപ്പ പറയുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട്
കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല അലിയാർ തങ്ങളെ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾക്ക് എങ്ങനെയാണ് എത്രയാണ് മഹബ്ബത്തുണ്ടായതെന്ന് ചോദിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞ മറുപടി, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബായിനാ വ ഉമ്മഹാത്തിനാ. സമ്പത്തിനേക്കാളും ഇഷ്ടം തങ്ങളോടാണ്, സ്വന്തം മക്കളോടുള്ള ഇഷ്ടത്തെക്കാൾ തങ്ങളോടാണ്, ബാപ്പാനോടുള്ള ഇഷ്ടത്തെക്കാൾ തങ്ങളോടാണ്, ഉമ്മാനോടുള്ള ഇഷ്ടത്തെക്കാൾ തങ്ങളോടാണ് എന്ന് പറഞ്ഞുവെങ്കിൽ ചോദിക്കട്ടെ, മക്കളുടെ താല്പര്യത്തിനാണോ പരിഗണന നൽകേണ്ടത്? അല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തിനാണോ? മഞ്ഞ കല്യാണം വ്യാപകമായി കിടക്കുന്നു, അറേബ്യൻ നൈറ്റുകൾ വ്യാപകമായി നടക്കുന്നു. സുബ്ഹാനല്ലാഹ്, കല്യാണത്തിന്റെ പേരില് പഴയ ഒരു കാലമുണ്ടായിരുന്നില്ലേ? ആ കാലത്ത് കല്യാണമെന്ന് പറഞ്ഞാലോ അതിനൊരു നിർവചനമുണ്ടായിരുന്നു, അതിനൊരു ഡെഫിനിഷൻ ഉണ്ടായിരുന്നു. കാരണവന്മാരെ, രക്ഷിതാക്കളെ, പൊട്ടിയ മനസ്സോടുകൂടെ പറയുകയാണ്, പറയാതിരിക്കാൻ കഴിയില്ല. ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്, നിർവഹിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ന് കല്യാണത്തിന് നിർവചനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഴയ കാലത്തെ കല്യാണം ഒന്ന് നോക്കൂ നിങ്ങള്. പെണ്ണ് കാണല് ചടങ്ങുണ്ട്. പെണ്ണ് കാണല് ചടങ്ങ്, അതൊരു ചടങ്ങാണ്. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചടങ്ങാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു, മഹാനവരികളെ ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോ മുഗീറത്ത് ഇബ്നു ശുഅബ തങ്ങളോട് ചോദിച്ചു, അല്ല ഇങ്ങനെ നടന്നാ മതിയോ, ഒന്ന് കല്യാണം കഴിക്കണ്ടേന്ന് ചോദിച്ചു. ഇങ്ങനെ നടന്നാ മതിയോ, കല്യാണം കഴിക്കണ്ടേ? കുറെ ചെറുപ്പക്കാർ ഇപ്പോഴും ഉണ്ട്, ജീവിതത്തിന്റെ ഉത്തരവാദിത്വമൊന്നും അറിയാതെ കല്യാണം കഴിക്കാതെ ഇങ്ങനെ അന്തം വിട്ട് നടക്കുക. അള്ളാഹു അവർക്ക് നല്ല ബോധം കൊടുക്കട്ടെ. ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഓർക്കും അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടിയാൽ ഓന്റെ ഉമ്മങ്ങ് രക്ഷപ്പെട്ടില്ലേ? എത്ര ഉമ്മമാരാ പറയണമെന്നറിയോ ഉസ്താദെ? ദുആ ചെയ്യണം. എന്തിനാ ദ്വാരക്കേണ്ടത്? മോൻക്കൊരു കല്യാണം കഴിക്കണമെന്ന് തോന്നണം, അതിന് ദ്വാരക്കണേ ഉസ്താദെ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു. സ്വന്തം മകന് കല്യാണം കഴിക്കാൻ തോന്നണം. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഓൻ കല്യാണം കഴിക്കണില്ല, ഉമ്മ പറഞ്ഞിട്ട് കല്യാണം കഴിക്കാതിരിക്കേ. പണ്ടൊക്കെ ഉമ്മ ബാപ്പൊക്കെ പറയാൻ കാത്തിരിക്കായിരുന്നു, നമ്മളൊക്കെ അങ്ങനെയാ കാത്തിരുന്നത് അല്ലേ? റബ്ബേ, ഞങ്ങളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നു, ഉമ്മാക്കൊന്ന് തോന്നിപ്പിക്കണേ അല്ലാ, എന്റെ മംഗലത്തിന്റെ കാര്യം, എന്റെ കല്യാണ കാര്യം ശരിപ്പെടുത്താൻ ബാപ്പാക്കൊന്ന് തോന്നിപ്പിക്കണേ. വാലിന്റെ സദസ്സിലെല്ലാം പോയാല് അനുജൻ വന്നിട്ട് കാര്യമായിട്ട് സംഭാവന തന്നിട്ട് ദ്വാരക്കാൻ പറയും, ഉസ്താദെ ജ്യേഷ്ഠന്റെ കല്യാണം ഒന്ന് റെഡിയാകാൻ ദ്വാരക്കണേ. എന്താ കാരണം? ജ്യേഷ്ഠന്റെ കല്യാണം നടന്നാലേ ഓന്റെ റൂട്ട് ക്ലിയർ ആവുള്ളൂ അനുജൻ. അപ്പൊ അങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടെയാണ്. അപ്പൊ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നൊന്ത് പ്രസവിച്ച ഉമ്മ, ചെറുപ്പക്കാരെ നീ ഖേദിക്കും. ഉമ്മ പറഞ്ഞിട്ട് ഉമ്മ ആഗ്രഹിക്കാണടാ, നിന്റെ ഭാര്യനെ മരിക്കണതിന് മുമ്പ് ഉമ്മ ഒന്ന് കാണണമെന്ന് ഉമ്മ ആഗ്രഹിക്കാണ്. ഉമ്മ മരിച്ചിട്ട് കബറിൽ കിടന്നിട്ട് കബറിൻ പുറത്ത് കൊണ്ടുപോയിട്ട് ഉമ്മ നിലവിളിക്ക. ഇവന് ഭാര്യനെയും കൂട്ടിയിട്ട് കബറിൻ പുറത്ത് പോയിട്ട്, ഉമ്മ നീ കുറെ കാലം പറഞ്ഞിരുന്നു ഞാനൊന്ന് കല്യാണം കഴിച്ചിട്ട് നീ മരിക്കണതിന് മുമ്പ് എന്റെ ഭാര്യയെ നിനക്കൊന്ന് കാണിച്ചു തരണം. ഈ ദുനിയാവിൽ വെച്ച് എന്റെ ഭാര്യയാകുന്ന നിന്റെ മരുമകളെ നീ ഒന്ന് കണ്ടു മരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നല്ലോ. ഈ പാപിയായ ദുഷ്ടനായ ഈ മോന് അത് സാധിപ്പിച്ചില്ല. ഇന്നിതാ ഉമ്മ കബറും പുറത്ത് എന്റെ ഭാര്യനെയും കൂട്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ മുന്നിൽ കബറും പുറത്ത് നിന്നിട്ട് നിലവിളിക്കുന്ന ആ നിലവിളി ഉണ്ടല്ലോ, അതിന് കണ്ണുകെട്ട് എന്നാ എന്റെ ഭാഷയിൽ പറയാ. കണ്ണുകെട്ട്, കാട്ടിക്കൂട്ടൽ. നിനക്ക് അത്ര കണ്ട് ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ എന്തിനാ കൊച്ചനുജ നിന്റെ ഉമ്മാന്റെ ജീവിതകാലത്ത് ഉമ്മാന്റെ ഒരു ആഗ്രഹം നിനക്ക് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നത്? നിന്റെ ജീവിതകാലത്ത്, കുട്ടിക്കാലത്ത് നിന്റെ എത്ര ആഗ്രഹങ്ങളടാ ഉമ്മ സാധിപ്പിച്ചു തന്നത് പൊന്നുമോനെ. ആ ഉമ്മ ഒരൊറ്റ ആഗ്രഹം നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഉമ്മാനോട് പോയി ചോദിച്ചു എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ
ഉമ്മ പറയുന്ന ഹജ്ജിന് പോകണമെന്ന് പറയും. അതാ ഉമ്മാന്റെ കാര്യമായ ആഗ്രഹം. വേറെ ഉമ്മക്ക് എന്താ ആഗ്രഹം? വേറെന്താ മോനെ, നീയും നിന്റെ കുടുംബവും സന്തോഷത്തിൽ കഴിഞ്ഞാൽ മതിയെന്നേ പറയുള്ളൂ. അങ്ങനല്ലേ പറയുള്ളൂ? ഞാൻ മിഞ്ഞാന്ന് ഇവിടെ വന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉമ്മാനെ വിളിച്ചു ചോദിച്ചു, എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ഉമ്മാൻ ചോദിച്ചു. എന്താ ആവശ്യം? എനിക്ക് നീ നാട്ടിൽ സുഖമായിട്ട് എത്തിയാൽ മതി. കണ്ട, അതല്ലേ ഇപ്പൊ ഉമ്മമാര് പറയുള്ളൂ. എന്നാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ ഉമ്മ എത്രയാണ് നിന്നെ സന്തോഷിപ്പിച്ചത്. ആ ഉമ്മാനെ ഒന്ന് നിനക്ക് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ജീവിതകാലത്ത്. നിന്റെ ഭാര്യനെ നിന്റെ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇപ്പോ എങ്ങനെയാ വരണമെന്നറിയോ? എവിടുന്നോ ഒക്കെ പോയിട്ട് കെട്ടിയിട്ട് കല്യാണം കഴിച്ചിട്ട് ഓളെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് വരിക. ഉമ്മ വീട്ടിന്റെ വാതിൽ തുറന്നു കൊടുക്കുമ്പോ പൊന്നു മോന്റെ കൂടെ ഏതോ ഒരു പെണ്ണ് കൂടെ നിൽപ്പുണ്ട്. ആരടാ മോനെ? അമ്മ ഞാനിപ്പോ കെട്ടിക്കൊണ്ടുവന്നതാന്ന് പറഞ്ഞു. പുതിയ കാറ് വാങ്ങിക്കൊണ്ടുവരുന്ന പോലെ ഞാനിപ്പോ കെട്ടിക്കൊണ്ടുവന്നതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിന്റെ കുടുംബ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകൂല, എഴുതി വെച്ചോ, ഉറപ്പാണിത്. നിന്റെ കുടുംബ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല. ഒളിച്ചോടുന്ന ചില പെൺകുട്ടികൾ ഉണ്ടല്ലോ, എന്താപ്പ അവരുടെയൊക്കെ കഥ? വേറെ വഴിയില്ലാത്തത് കൊണ്ട് ക്ഷമിച്ചിരിക്കാണ് ഇരിക്കേണ്ടടുത്ത്. ഉമ്മാന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ടാണ്. ബാപ്പാന്റെ മുന്നിൽ വന്നിട്ട് ബാപ്പാനോട് മുഖം കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ബാപ്പാന്റെ മുന്നിൽ വന്ന് നിൽക്കാത്തത്. അവർ പോയ വീട്ടിൽ സമാധാനമില്ല. എങ്ങനെ സമാധാനിക്കും? ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തമില്ലാതെ ഏതോ ഒരുത്തനോട് കൽബിൽ കുടികൊണ്ട നൈമിഷികമായ പ്രണയത്തിന്റെ പേരിൽ ഒളിച്ചോടിയ ഇവൾക്ക് എവിടുന്ന് സമാധാനം? ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. മുഗീറത്ത് ഇബ്നു ശുഅബ. നിങ്ങൾ ക്ഷീണിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്ര നേരം സംസാരിച്ചിട്ട് ക്ഷീണിച്ചിട്ടില്ല. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ക്ഷീണിച്ചാൽ പോരല്ലോ. അതിനിടക്കിടക്ക് ഒരു ഡോസാണ്. സയ്യിദുനാ മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ ചോദിച്ചു, പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നടന്നാ മതിയോ, ഒന്ന് കെട്ടണ്ടേ? അതെ, ഒരു ആലോചന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യണം. എന്താ? ആ ആലോചന പോയി പെണ്ണിനെ ഒന്ന് കണ്ട് ഉറപ്പിക്കണം. പെണ്ണിനെ ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. കാരണം പെണ്ണിനെ കാണാ അത് സുന്നത്താണ് കല്യാണത്തിന് മുമ്പ്. അങ്ങനെ പെണ്ണ് കാണാൻ പോയി. അപ്പൊ മറയുടെ പിന്നിൽ നിന്ന് ഈ പെണ്ണ് ചോദിച്ചെന്താന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് വന്നതാണെങ്കിൽ എന്നെ കാണാൻ ഞാൻ സമ്മതം നൽകാം, ഇല്ലേ വന്ന വഴിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് എന്താ അതിന്റെ ഒക്കെ ഒരു മറുപടി. എന്നാ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഒന്ന് പെണ്ണ് കാണൽ ചടങ്ങ്, അത് കഴിഞ്ഞിട്ട് പിന്നൊരു ഉറപ്പിക്കലുണ്ട്. പെണ്ണ് കണ്ടിട്ട് ഒരു ഉറപ്പിക്കൽ എന്ന് പറഞ്ഞിട്ട്, ആ ഉറപ്പിക്കല് അത് ഈ പുതിയാപ്പിളന്റെ ഉമ്മ അവര് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ഇടും. അല്ലാതെ ഇവൻ പോയിട്ട് ഇവൻ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് പോകുമ്പോ എന്നെ കൊണ്ടുപോവാ ഐഫോൺ കൊണ്ടുപോയിട്ട് പെണ്ണിന് എൻഗേജ്മെന്റിന്റെ ഉറപ്പിക്കുന്നെന്ന് ഫോൺ കൊടുക്കുകയാണ്. അപ്പൊ ആ ഫോൺ കൊടുക്കുന്ന സമയത്ത് പെണ്ണ് ഫോൺ വാങ്ങണില്ല. ഓളെ കുറച്ച് ദീനി ബോധമുള്ള ആളാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇവനക്കൊരു വിഷമ. ആർക്ക്? പുതിയാപ്പിളക്ക്. അപ്പൊ പുതിയാപ്പിളന്റെ ഉപ്പ പറയാണ് പെണ്ണിന്റെ ഉപ്പാനോട്, അവർ തമ്മിൽ സംസാരിക്കണ്ട, കൊണ്ടുവന്ന സ്ഥിതിക്ക് ഓൾ എടുത്തോട്ടെ, കയ്യിലൊന്നും ഉണ്ടായിക്കോട്ടെ. എന്താ യഥാർത്ഥത്തിൽ ഈ ചെക്കന്റെ ഉപ്പ എന്താ പറയേണ്ടത് മോനോട്? ആ രൂപത്തിൽ മകനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ മോനോട് എന്താ പറയണ്ട? മോനെ അങ്ങനൊന്നും ഇസ്ലാമിൽ ഇല്ലട്ടോ. ഈ നിക്കാഹിന് മുമ്പ് മൊബൈൽ കൊടുക്കുക എന്നത് ഐഫോൺ അല്ല. ഇപ്പൊ 16 Pro Maxോ ഏതാ വന്നിരിക്ക? ഏതാ ഇപ്പൊ വരാൻ നിക്കണേ? കമ്മിങ് സൂൺ ആയിട്ടൊന്നുണ്ടല്ലോ. ഏതാ ഇപ്പൊ? നിങ്ങളൊന്നും ഉണ്ട്. ആ അതന്നെ. അപ്പൊ അതിപ്പോ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഇറങ്ങിയോ? അത് ഇറങ്ങിക്കണു അല്ലേ? എനിക്ക് അതുപോലും അറിയില്ല. നിങ്ങളൊരു ഇൽമും കണ്ട, നിങ്ങളൊരു വിവരെ എനിക്ക് അതുപോലും അറിയില്ല. എന്നാല് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതിപ്പോ ഇവൻ ഇങ്ങനെ പിന്നെ ബുക്ക് ചെയ്ത് വെച്ചിരിക്ക. എന്താ? നാട്ടിൽ പോയിട്ട് അവൾക്ക് കൊടുക്ക. എന്താ ബ്രീഡോ ഗ്രൂമോ എന്താ അതിന് പറയും? ബ്രീഡോ ഗ്രൂമോ എന്നൊക്കെ പറയണില്ലേ? ആ ഓൾക്ക് കൊടുക്കാനാണ്. ആദ്യത്തത് അവൾക്ക് കൊടുക്കാനാണ് നിക്കാഹിന് മുമ്പ്. എന്നിട്ടോ എന്തൊക്കെയാണ്? മഞ്ഞക്കല്യാണം വേറെ, അറബി നൈറ്റ് വേറെ, മിഠായികള്. അല്ലാ, വണ്ടികളിലാണ് ഇങ്ങനെ മിഠായി കൊണ്ടുപോവാ. ഞാൻ പറയണത് ഇതൊന്നും കൊണ്ടുപോകണ്ടെന്നല്ല, ഇതൊരു ചടങ്ങാക്കി മാറ്റുന്നത് എന്തിനാ? കയ്യിലുള്ള പണത്തിന്റെ പവറാണെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ പാവപ്പെട്ട മുഹമ്മദിനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഈ മുഹമ്മദിന് ഇത് ചെയ്യാൻ കഴിയില്ല.
ആ മുഹമ്മദിന്റെ ഖൽബ് പടയുണു. എന്റെ കയ്യിൽ പണമില്ലല്ലോ, ഇത് ഹബീബ് പഠിപ്പിച്ചതല്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലും ആഭാസത്തിന്റെ കല്യാണം നടത്തിയാലേ നാട്ടിലൊരു നിലയും വിലക്ക് ഉണ്ടാവുള്ളൂ എന്ന ഒരു ചിന്തയിലേക്ക് ജനങ്ങളെ നമ്മുടെ സമുദായത്തിലെ ചില വിവരദോഷികൾ എത്തിച്ചു എന്ന് വളരെ ഗൗരവത്തിന്റെ സ്വരത്തിൽ ഞാൻ പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനുണ്ടോ? അങ്ങനൊന്നുമില്ല. ഈ സദസ്സിൽ ഒരു തീരുമാനമെടുക്കണം. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൊക്കെ ഒന്ന് കൈപൊക്ക്. ബിസ്മില്ലാ, ഒന്ന് പൊക്ക്. ആദ്യത്തത് മാത്രം കേട്ടോ, രണ്ടാമത്തതും കൂടി പൊക്കിരണ്ട. ഒന്നാമത്തെ ഒന്ന് പൊക്കട്ടെ, നോക്കട്ടെ. ബിസ്മില്ലാ. ഞാൻ പൊക്കൂല, ഞാൻ ഒന്ന് കെട്ടിയിട്ട് 4 മക്കളുണ്ട്. ഒന്ന് പൊക്ക്, നല്ല നിയത്തിൽ ഞാനങ്ങ് ദുആ ചെയ്യാം. ഇത് റസൂലുള്ളാഹിന്റെ സദസ്സല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് വേഗം പൊക്ക് ചങ്ങായിമാരെ, ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. കണ്ടു കാണുന്നതൊക്കെ കിട്ടിയിട്ട് കുടുങ്ങണ്ട, അതുകൊണ്ടാ ദ്വാരക്കണേ. അള്ളാഹു നല്ല സ്വാലിഹാത്തുകളായ ഇണകളെ അള്ളാഹു നൽകട്ടെ. എന്നാൽ ഇവിടുന്നൊരു തീരുമാനമെടുക്കണം. ഇതുപോലെ തന്നെ മക്കളുള്ള രക്ഷിതാക്കൾ, മക്കളില്ലാത്തവർ ഇല്ലാത്തതിന്റെ പേരിൽ സങ്കടം, ഉള്ള മക്കളുടെ രക്ഷിതാക്കളാകുമ്പോ ആ കുട്ടികളുടെ കല്യാണം എന്തൊക്കെ ആഭാസങ്ങൾ ചെയ്യാൻ കഴിയുമോ അങ്ങനെ ചിന്തിക്കുകയാണ്. അതിന് പകരം ഒരു തീരുമാനം എടുത്തിട്ടേ ഇവിടുന്ന് പോകാവൂ. മഹബത്ത് എന്ന് പറഞ്ഞ എന്താ? ഇതിന്റെ അപ്പുറം ഒരു മഹബത്തില്ല. എന്ത് മഹബത്ത്? സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, മൗലിദ് ഓതുന്നുണ്ട്, ബൈത്ത് കേൾക്കുന്നുണ്ട്. എന്നാലോ കല്യാണത്തിന്റെ പേരിൽ തോന്നിവാസം നടത്തുന്നുണ്ട്. എന്ത് മഹബത്ത്? തസ്വിൽ ഇലാഹ വഅൻത തുൽഹിറു ഹുബ്ബഹു ഹാദാ മുഹാലുൻ ഫിൽ ഫിആലി ബദീഉ ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഓ മനുഷ്യ, നീ അല്ലാഹുവിനെ വല്ലാതെ സ്നേഹിക്കുന്നു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു. എന്നാലോ ആ റബ്ബിനെ ധിക്കരിക്കുകയും ചെയ്യുന്നുണ്ട്, ആ നേതാവിനെ ധിക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് അസംഭവ്യമാണല്ലോ. ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ ധിക്കരിക്കാൻ കഴിയില്ലല്ലോ. എന്നിട്ട് മഹാന്മാര് പറയുന്നത് കണ്ടോ നിങ്ങൾ? ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. യഥാർത്ഥ സ്നേഹമാണോ ഹബീബിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിനെ അനുസരിച്ചിരിക്കോ. അതേ 2024 അതേ ത്വയ്ബയുടെ 7ാം എഡിഷൻ പ്രോഗ്രാമിൽ സംഗമിച്ചിരിക്കുമ്പോൾ ഈ തലശ്ശേരി കൂട്ടായ്മയിലൂടെ ഈ സദസ്സിൽ വന്ന മുഴുവൻ പുരുഷന്മാരും സ്ത്രീകളും എല്ലാ ആൺതരികളും പെൺതരികളും ഒരു തീരുമാനമെടുത്തേ പോകാവൂ. കല്യാണത്തിന്റെ പേരില് എന്റെ വീട്ടിൽ നടക്കുന്ന കല്യാണം ആഭാസമാക്കരുത്. അതേ അനാചാരങ്ങൾ കടന്നു വരരുത്. ആഭാസമുള്ള കല്യാണ വീട്ടിൽ ഞാൻ പോയി അത് നിർത്താൻ പറ്റുമെങ്കിൽ പോയി നിർത്തുക തന്നെ ചെയ്യൂ. മൻ റആ മിൻകും മുൻകറാ, അതേ നിങ്ങൾ ഒരു തോന്നിവാസം കാണുമ്പോ അതേ ഫൽയുഗയ്യിറുഹു ബിയദിഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാണ്. കൈകൊണ്ട് തടഞ്ഞു നിർത്താൻ പറ്റുമോ? നിർത്തിക്കൊള്ളണോ. ഫഇല്ലം യസ്തതിഉ ഫബിലിസാനിഹി, നാവുകൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുമോ? പറഞ്ഞ് ബോധ്യപ്പെടുത്തണോ. ഫഇല്ലം യസ്തതിഉ ഫബിഖൽബിഹി, ഒന്നും കഴിയില്ലേ മനസ്സുകൊണ്ടെങ്കിലും അത്തരത്തിലുള്ള കല്യാണങ്ങളെ വെറുക്കണോ, ആഭാസങ്ങളെ വെറുക്കണോ. വദാലിക അദ്അഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും താഴെ കാറ്റഗറിയിലുള്ളതാണ് എന്ന് പഠിപ്പിച്ച നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ പ്രതിജ്ഞയോടുകൂടെ ഇന്നത്തെ സദസ്സിൽ നിന്ന് പിരിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഒരു നല്ല സ്നേഹമസൃണമായ കുടുംബജീവിതം വേണം. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, സ്വന്തം ഭാര്യയുടെ മടിത്തട്ടില് തലവെച്ച് കിടക്കാൻ അവസരം കണ്ടെത്തിയ എത്ര പുരുഷന്മാരാണ് നമുക്കിടയിലുള്ളത്. പല തിരക്കുകൾ നമുക്കുണ്ടെന്നത് ശരിയാണ്. എന്നാൽ സ്വന്തം ഭാര്യയെ സന്തോഷിപ്പിക്കുന്നത് മറന്നുപോകരുതല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് തീരുമാനമെടുക്കൂ ആയിഷ, ബാപ്പാനോട് ചോദിച്ചിട്ട് തീരുമാനമെടുത്താ മതി എന്ന് പറഞ്ഞപ്പോ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാന്റെ മറുപടി എന്താണ്? ഓ നബിയേ, ഇന്നി ഉരീദുല്ലാഹ വറസൂലഹു വദ്ദാറൽ ആഖിറ. പടച്ച റബ്ബ് പൊരുത്തപ്പെടാത്ത ദുനിയാവ് എനിക്ക് വേണ്ട. റബ്ബ് പൊരുത്തപ്പെടാത്ത ദുനിയാവിന്റെ സൗന്ദര്യം എനിക്ക് വേണ്ട. ഇന്നി ഉരീദുല്ലാഹ, എനിക്ക് അല്ലാഹ് മതി നബിയേ, വറസൂലഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതി നബിയേ, വദ്ദാറൽ ആഖിറ, എനിക്ക് ആഖിറത്തിന്റെ ജീവിതം മതി നബിയേ. ഓ രക്ഷിതാക്കളെ, സ്വന്തം മക്കൾക്ക് ആഡംബരം പഠിപ്പിക്കുന്ന സ്വഭാവമാകരുത്. ആഡംബരം പഠിപ്പിക്കുന്ന കുടുംബമായി നമ്മൾ അതപ്പതിച്ചു പോകരുത്. ഇന്നത്തെ വാലിന്റെ തുടക്കത്തിൽ ഞാൻ ഓതി കേൾപ്പിച്ച ഹദീസ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഈ ത്വയ്ബയുടെ സദസ്സിലുള്ളവരെല്ലാവരും ഒന്ന് ശരിക്കും ഉൾക്കൊള്ളണേ. തങ്ങൾ പറയുകയാണ്, ഓ ഇന്നി ഫറത്തുക്കും, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. തലശ്ശേരിക്കാരെ മാത്രമല്ല, കണ്ണൂർ ജില്ലക്കാരെ മാത്രമല്ല, മലയാളികളെ മാത്രമല്ല, കർണാടകക്കാരെ മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തുകളെ ഒന്നടങ്കം വിളിച്ചിട്ട് തങ്ങൾ പറയാണ്, അന ഫറത്തുക്കും, മക്കളെ, എന്റെ ഉമ്മത്തെ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു. ആരാരുമില്ലാത്ത മഹ്ശറെന്ന് തെറ്റിദ്ധരിക്കണ്ട, ആരുമില്ലാത്ത പരലോകമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. വഅന ഷഹീദുൻ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് സാക്ഷിക്കുണ്ട് കേട്ടോ. അതാ ദുബായിലേക്ക് വരികയാണ്. എയർപോർട്ടിലെത്തുമ്പോൾ പരിചയക്കാരനായ ഒരു ഫ്ലൈറ്റിന്റെ സ്റ്റാഫ് ഉണ്ടെങ്കിൽ എന്തൊരു സമാധാനമാണ്. ദുബായ് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ പരിചയക്കാരനായ ഒരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷമാണ്. ടെൻഷൻ ഇല്ലാതെ പുറത്തിറങ്ങാം, ടെൻഷൻ ഇല്ലാതെ അകത്ത് കയറാം. എന്നാൽ ഞാനിതൊരു എയർപോർട്ടിന്റെ കഥയല്ല പറയുന്നത്. എല്ലാവരും വലിയ ഹമ്മോടുകൂടെ പോയി നിൽക്കുന്ന മഹ്ശർ വൻസഭയുണ്ടല്ലോ, ആഖിറമുണ്ടല്ലോ. ഹബീബായ തങ്ങൾ പറയാണ്, വരുമ്പോൾ നീയൊന്ന് പേടിക്കണ്ട, വിഷമിക്കണ്ട. ഇങ്ങനെ നമുക്കൊരു ആശ്വാസം തരാൻ ഉമ്മാനെ കൊണ്ട് കഴിയുമോ മക്കളെ? ബാപ്പാനെ കൊണ്ട് കഴിയുമോ അനുജന്മാര്? വെറുതെയാണോ പറഞ്ഞത്? അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയ, സയ്യിദി ഖൈറൻ നബിയ, സയ്യിദി ഖൈറൻ നബി. ഈ സദസ്സിൽ നിന്ന് മദീനയിലേക്ക് ഉറക്കെ അങ്ങൊരു സ്വലാത്ത് ചൊല്ലൂ. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ആ
ആർക്കും നൽകാൻ പറ്റാത്ത വലിയ ആശ്വാസമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു, നിങ്ങൾക്ക് ഞാൻ അവിടെയുണ്ട്. വല്ലാഹി ല അൻദുറു ഇലാ ഹൗദി അൽ ആൻ, നിങ്ങൾ വന്നു നിൽക്കേണ്ടുന്ന ഹൗദിന്റെ തടാകമുണ്ടല്ലോ, ഹൗദുൽ കൗസറിന്റെ തടാകമുണ്ടല്ലോ, അത് ഈ ദുനിയാവിൽ നിന്നുകൊണ്ട് ഞാനിതാ കാണുന്നുണ്ട്. ഈ പ്രതീക്ഷയുടെ വാക്ക് പറഞ്ഞതിന് ശേഷം ഓ മുഅ്മിനീങ്ങളെ, സങ്കടപ്പെടുത്തുന്ന ഒരു വാക്കാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അവിടുന്ന് പറയുകയാണ്, വ ഇന്നി ഖദ് ഉതീതു മഫാത്തിഹ ഖസാഇനിൽ അർളി, ഭൂമിയുടെ ഖജനാവിന്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഭൂമിയിൽ എനിക്ക് എത്ര വലിയ ആഡംബര ജീവിതം വേണമെങ്കിലും നയിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു. എന്ത് ചോദിച്ചാലും റബ്ബെനിക്ക് തരുമായിരുന്നു. പക്ഷെ ആഡംബരത്തിന്റെ ജീവിതം എനിക്ക് വേണ്ടേ വേണ്ട. ഇതിന്റെ അർത്ഥം കല്യാണത്തിന് ക്ഷണിച്ചിട്ട് അതേ കുറെ പേർക്കങ്ങ് ഭക്ഷണം കൊടുക്കരുത് എന്നല്ല. ഭക്ഷണം കൊടുക്കൽ നല്ലതാണ്, പക്ഷേ അനാവശ്യമായ ചെലവഴിക്കൽ നിർത്തിവെക്കണോ, അനാവശ്യമായി ചെലവഴിക്കുന്നത് അവസാനിപ്പിക്കണോ. സുബ്ഹാനല്ലാഹ്, എത്രയാണ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. പഴയ കാലത്തെ സാമ്പത്തിക സ്രോതസ്സുള്ളവരുടെ കല്യാണം തന്നെ എങ്ങനെയാടിരുന്നു? നല്ലൊരു ബിരിയാണി ഉണ്ടാടിരുന്നു, അതിന് സൈഡിൽ കൂട്ടാൻ എന്തെങ്കിലും ഉണ്ടാടിരുന്നു. ഇന്നങ്ങനെയല്ല. നാട്ടാരുടെ മുന്നിൽ ഞാൻ കല്യാണം ജഗബൊഗയാക്കി എന്ന് പറയിപ്പിക്കണോ, അതിന് എത്രയാണ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്, ആർക്കാണ് അത്രയെല്ലാം കഴിക്കാൻ തോന്നുന്നത്. അവസാനം അത് മുഴുവനും ബാക്കിയാണ്, അവസാനം അത് മുഴുവനും വേസ്റ്റാണ്. എന്നിട്ടോ കണ്ടു കാണുന്ന വേസ്റ്റിന്റെ കൊട്ടയിലേക്ക് വലിച്ചെറിയുന്നു. അതേ അഴുക്കുകൾ കൊണ്ടുപോകുന്ന പഞ്ചായത്തിന്റെ വാഹനത്തിൽ കയറ്റി വെക്കുന്നു. അതുകൊണ്ടല്ലേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഏറ്റവും ബറക്കത്തുള്ള കല്യാണം ഏതാണ്, ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് ഏതാണ്? അതേ ചെലവ് കുറഞ്ഞ കല്യാണമാണ് കേട്ടോ. ചെലവ് കുറഞ്ഞ കല്യാണം. സാമ്പത്തിക സ്രോതസ്സുള്ളവരാണ് അതിന് നേതൃത്വം നൽകേണ്ടത്. വലിയ പണക്കാരന്റെ വീട്ടിൽ തന്നെ ചെലവ് കുറഞ്ഞ കല്യാണം നടന്നാൽ പിന്നെ പാവപ്പെട്ടവനും പഠിക്കും ചെലവ് കുറഞ്ഞ കല്യാണം നടത്താൻ. ഇത് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ മനസ്സും വേദനിക്കരുത് കേട്ടോ. ദീനീ ചിട്ടയിൽ മുന്നിൽ നിൽക്കുന്ന കുടുംബം പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അവരുടെ വീക്ക്നെസ്സുകൾ വലുതാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ എത്ര ആഡംബരത്തിൽ വേണമെങ്കിലും ജീവിക്കാൻ കഴിവുള്ള നേതാവാടിരുന്നു. ആരോട് ചോദിച്ചാലും കിട്ടുമാടിരുന്നു. എന്നിട്ട് പോലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഒരു പായയിലങ്ങ് കിടന്നു. ആ പായക്ക് മുകളിൽ വിരിക്കാൻ ഒന്നുമില്ല, ഒരു അര ഉടുപ്പ് മാത്രമാണ്. ആ അര ഉടുപ്പങ്ങ് വിരിച്ചു കൊടുത്തു. തങ്ങളങ്ങ് കിടന്നു വിശ്രമിച്ചു. ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുറം ഭാഗം ഞാനങ്ങ് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ പായയുടെ അടയാളം പതിഞ്ഞിരിക്കുന്നു. നബിയേ, കൈസറുണ്ടല്ലോ നബിയേ, കിസ്റയുണ്ടല്ലോ നബിയേ. സാമ്പത്തിക സ്രോതസ് ഉപയോഗപ്പെടുത്തി കൂടായിരുന്നോ നബിയേ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം അതാണ്. ഇന്നത്തെ തലശ്ശേരി മുസ്ലിം ജമാഅത്ത് ത്വയ്ബ 7ാം എഡിഷൻ പ്രോഗ്രാമിൽ വെച്ച് ഈ സദസ്സ് ധന്യമാക്കി തന്ന മാന്യമഹാജനങ്ങളെ കൽബിൽ എനിക്ക് കുത്തിവെക്കാനുള്ളത് അതിനപ്പുറം വേറെയൊന്നുമില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലഹുമുദ് ദുനിയാ യാ ഉമർ വലനൽ ആഖിറത്തു യാ ഉമർ. കിസ്റക്കാർക്ക് ദുനിയാവുണ്ട് ഉമറേ, കൈസറുകാർക്ക് ദുനിയാവുണ്ട് ഉമറേ, എനിക്കും നിങ്ങൾക്കും വലനൽ ആഖിറ, ഞങ്ങൾക്കിവിടെയുള്ള ആഡംബരമല്ല ഉമറേ വേണ്ടത്, പരലോകത്തുള്ള ആഡംബരമാണ് വേണ്ടത്. അതിന് ദുനിയാവിലുള്ള ആഡംബരം കൈവടിയണോ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ് നോക്കൂ. ഈ മഹബ്ബത്തിന്റെ മഹഫിലിൽ എനിക്ക് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാനുള്ളത് ആ താക്കീദിന്റെ വാചകമാണ്. ഇത് ശ്രവണപദങ്ങളിൽ പതിഞ്ഞാ പോരാ. ഓ സ്നേഹജനങ്ങളെ, ഇത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ പതിയേണ്ടതാണ്, മനസ്സിന്റെ അന്തരാളത്തിൽ പതിയേണ്ടതാണ്. അവിടുന്ന് പറഞ്ഞില്ലേ, വ ഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദി, എനിക്ക് ശേഷം നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ വിട്ട് വേറെയുള്ള ആരാധ്യ വസ്തുക്കളെ പൂജിക്കുമെന്ന പേടി എനിക്കില്ല. ولكني أخاف عليكم أن تنافسوا فيها. ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങൾ ദുനിയാവിന്റെ പിന്നിൽ പോകുമെന്ന പേടിയാണ് എനിക്കുള്ളത്. കല്യാണത്തിന്റെ പേരിൽ തോന്നിവാസം നടത്തുമെന്ന പേടിയാണുള്ളത്. ആഡംബരം വലിച്ചിടുമെന്ന ഭയമാണ് എനിക്കുള്ളത്. ദുനിയാവിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം മത്സരിക്കുമെന്ന പേടിയാണുള്ളത്. ഇപ്പോഴും റൗള ശരീഫിൽ കിടക്കുമ്പോഴും ആ പേടിയോടുകൂടെ കിടക്കുന്ന നേതാവിനെ ഈ ഉമ്മത്ത് ഒന്ന് സമാധാനിപ്പിക്കേണ്ടതില്ലേ? ആശ്വസിപ്പിക്കേണ്ടതില്ലേ? അതിനേക്കാൾ വലിയ മഹബത്ത് നമുക്ക് വല്ലതും പറയാനുണ്ടോ? നബിയെ തങ്ങൾ പേടിക്കണ്ട, റൗള ശരീഫിൽ സ്വസ്ഥതയോടെ കിടന്നോളൂ. ഞങ്ങൾ ദുനിയാവിന് വേണ്ടി മത്സരിക്കാനില്ല, ആഡംബര കല്യാണത്തിന് ഞങ്ങളില്ല, പേക്കൂത്തുകൾക്ക് ഞങ്ങളില്ല, ഫാഷനിന്റെയും പരിഷ്കാരത്തിന്റെയും പിന്നിൽ പോകാൻ ഞങ്ങളില്ല എന്ന ഒരു ഐക്യകണ്ഠേന തീരുമാനം പാസാക്കിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖബർ ശരീഫിൽ റൗള ശരീഫിൽ വലിയ ആശ്വാസമാണല്ലോ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. സ്വന്തം മക്കൾ ലഹരിക്ക് അഡിക്റ്റായി പോയി. ഈ അടുത്ത് ജില്ലയുടെ പേര് ഞാൻ പറയില്ല, അതേ പറഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം തോന്നിപ്പോകൂ, അതുകൊണ്ട് മനഃപൂർവ്വം പറയില്ല. അതേ ഞാൻ കേരളത്തിൽ ഒരു സ്ഥലത്ത് അതിന് ചെന്നപ്പോ പലയിടത്തും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഉണർന്ന് ചിന്തിക്കാനാണ് പറയുന്നത്. വഅദ് തുടങ്ങാൻ ഒരു ചെറിയ സമയം കൂടി ബാക്കിയുണ്ട്. സംഘാടകർ പറഞ്ഞു, ഉസ്താദേ തൽക്കാലം ഒരു വീട്ടിൽ പോയി ഒന്ന് വിശ്രമിച്ചു വരാലോ. ആ വീട്ടിലോട്ട് ചെല്ലുമ്പോ അവിടെ തൊട്ടപ്പുറത്ത് പോലീസ് വാഹനം നിർത്തിവെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു സംഘാടകരോട് എന്താ കാരണം? സംഘാടകരുടെ മറുപടി, നമ്മുടെ നാട്ടിലെ കുറഞ്ഞ കുട്ടികൾ ലഹരിക്കടിറ്റാടിരിക്കുന്നു, അവരെ കൊണ്ടുപോകാനാണ് പോലീസ് വാഹനം വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സമുദായത്തിലെ യുവാക്കളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പരിശുദ്ധ ഖുർആൻ വലിയ അഭിമാനത്തോടെ പറഞ്ഞ നമ്മുടെ സമുദായമുണ്ടല്ലോ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങളെ നന്മയിലേക്ക് നയിക്കേണ്ടുന്ന സമുദായം, തെറ്റിൽ നിന്ന് മാറ്റി നിർത്തേണ്ടുന്ന സമുദായം, അവരാണ് വിജയികൾ, അവരാണ് എന്റെ അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ നമ്മുടെ സമുദായം MDMന്റെ പിന്നിലും ലഹരി വസ്തുക്കളുടെ പിന്നിൽ പോയി അഡിക്റ്റാകുന്നത് കാണുമ്പോ
ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബ് എത്ര കണ്ട് റൗളാ ശരീഫിൽ വിഷമിക്കുന്നുണ്ടാകും, സങ്കടപ്പെടുന്നുണ്ടാകും. ആ നേതാവിന് ഇന്നത്തെ സദസ്സിൽ നിന്ന് ഒരു ആശ്വാസം പകർന്നു കൊടുത്തിട്ട് ഈ മജ്‌ലിസിൽ നിന്ന് പോകാവൂ. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ സദസ്സ് നീ അതിന് കാരണമാക്കണം റഹ്മാനേ. പ്രയാസല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒന്ന് എണീറ്റ് നിൽക്കുമോ? ആരും പോകരുത്. നമുക്കിവിടുന്ന് ദുആ ചെയ്ത് പിരിയാനുണ്ട്. ഇത്രയും നല്ല സദസ്സിൽ ഒരുമിച്ചുകൂടി ഒരു ദുആ നഷ്ടപ്പെടുത്തിയാൽ അവരെക്കാൾ വലിയ നഷ്ടമുള്ളവർ ആരാണ്? ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. ഹബീബായ റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖൽബിൽ വല്ലാതെ കൊണ്ട് നടക്കണം. ആ നേതാവ് ഇഷ്ടപ്പെടാത്തതൊന്നും എന്റെ ജീവിതത്തിൽ വന്നുകൂടാ. നല്ല തീരുമാനമുണ്ടാകണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്നതല്ലാതെ എന്റെ ജീവിതത്തിൽ വേറെയൊന്നും ഉണ്ടാകൂല. അതിനേക്കാൾ വലിയ അനുരാഗം എന്താണ്? വാട്സപ്പിന്റെ സ്റ്റേറ്റസിൽ കണ്ടു കാണുന്ന കിട്ട് കാണുന്ന മുഴുവൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തതുകൊണ്ടോ എടുത്തു വെച്ചതുകൊണ്ടോ ആശിഖീങ്ങളെ കുപ്പായം ചമഞ്ഞ് നടക്കുന്ന ചില യുവതികളില്ലേ, യുവാക്കളില്ലേ? ആരെയും കുറ്റപ്പെടുത്തുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ സ്വന്തം ആശിഖീങ്ങളെ കുപ്പായം അണിയിക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല. ആരെയും ആശിഖാണെന്ന് പറയാൻ നമുക്കെന്തധികാരം? ഞാൻ എന്നെ കുറിച്ച് തന്നെ സ്വന്തം ആശിഖാണെന്ന് വിലയിരുത്താൻ നമുക്കെന്തധികാരം? എന്നാൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ ചെയ്യില്ല. ഞാൻ ചെയ്യുന്നത് മുഴുവനും തങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് മാത്രമായിരിക്കും എന്നൊരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന യുവാവിനേക്കാൾ, യുവതിയേക്കാൾ വലിയ ആശിഖും ആശിഖത്തും ആരാണുള്ളത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിലോട്ട് വന്നു. സദസ്സിൽ ഉള്ള ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർണത്തിന്റെ ആഭരണം കണ്ടു, സ്വർണത്തിന്റെ മോതിരം കണ്ടു. കണ്ട ഉടൻ ആ ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചു, പറഞ്ഞു, മോനെ, സ്വർണത്തിന്റെ മോതിരം പുരുഷന്മാർക്ക് അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു, അത് സ്ത്രീകൾക്ക് അല്ലാഹു അനുവദിച്ചിരിക്കുന്നു. എന്നിട്ടോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫനസഅഹു ഫത്വറഹു, ആ മോതിരം അവിടുന്ന് അങ്ങ് ഊരിയെടുത്തു. ഫത്വറഹു, സ്വർണത്തിന്റെ മോതിരം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലത്തിട്ടു. എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അല്ല മോനെ,
നരകത്തിന്റെ തീയുടെ ഒരു കഷ്ണം കയ്യിൽ പിടിച്ച് അതിങ്ങനെ കയ്യിൽ കൊണ്ട് നടക്കുകയാണോ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതങ്ങ് പറഞ്ഞു മടങ്ങിപ്പോയി. കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു ഈ ചെറുപ്പക്കാരനോട്, തങ്ങള് പോയല്ലോ, ഖുദ് ഖാതമക ഇൻദഫി ബിഹി, ആ നിലത്തിട്ട മോതിരം എടുത്തുകൂടെ? നേരത്തെയുള്ളതുപോലെ കൈവിരലിൽ വെച്ചു കൊടുത്തുകൂടെ? ആ സ്വഹാബിയുടെ പ്രതികരണം എന്താണ്? ആ സ്വഹാബിയുടെ മറുപടി എന്താണ്? ലാ വല്ലാഹി, ലാ വല്ലാഹി, അല്ലാഹു ആണ് സത്യം, ഇല്ല ഇല്ല, ലാ ആഖുദുഹു അബദാ, ഞാനതിനെ എടുക്കൂല. എന്റെ കയ്യിൽ കൊണ്ടുവെക്കണത് പോകട്ടെ, ആ നിലത്തിട്ട മോതിരം ഇനി ഞാനതെടുക്കൂല. എന്തേ കാരണം? വഖദ് ത്വറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മോതിരം നിലത്തിട്ടതാരാണ്? ഹബീബായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. തങ്ങള് നിലത്തിട്ടത് ഞാനങ്ങ് കയ്യിൽ പിടിക്കൂല. നബി കാ നാം ലേത്തെ ഹേ ദിൽ കോ സുകൂൻ മിൽതാ ഹേ, ഇൻകി യാദ് മേ ഹർ ഗം ചുപ് ജാതാ ഹേ. ഹബീബിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൽബിൽ കൊണ്ട് നടന്നാൽ എല്ലാ ടെൻഷനും മാറിപ്പോയി, എല്ലാ സങ്കടവും നീങ്ങിപ്പോയി. അതുകൊണ്ടല്ലേ ഹർ ദിൽ കി ദുആ ഹേ മദീന നസീബ് ഹോ, जिंदगी की सबसे बड़ी സഅദത് യേ ഹോ. ഈ ദുനിയാവിൽ അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? യുകെയിൽ പോകലല്ല, കാനഡയിൽ പോകലല്ല, യുഎസിൽ പോകലല്ല. അതാ ഹർ ദിൽ കി ദുആ ഹേ മദീന നസീബ് ഹോ. ഓരോരുത്തരുടെ ദുആ എന്താണ്? ഒന്ന് മദീനയിലെത്തണം. ആഗ്രഹമുള്ളവരൊന്ന് കൈവെക്കുമോ? ഹബീബേ, ഈ കരങ്ങൾ അവിടുന്ന് കാണുന്നുണ്ടല്ലോ. മരണത്തിന് മുമ്പായി പലതവണ നമുക്ക് ആ സൗഭാഗ്യം നൽകണേ ഹബീബേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ പറയാണ്, ജിന്ദഗി കി സബ്സേ ബഡി സഅദത് യേ ഹോ, ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. അത് കിട്ടിയാൽ എല്ലാം കിട്ടിപ്പോയി. ആ മദീനയെ എപ്പോഴും കൽബിൽ കൊണ്ട് നടന്ന്, എപ്പോഴും എവിടുന്നാണെങ്കിലും, ഉള്ളത് ദുബായിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും ഉള്ള സ്ഥലത്ത് നിന്ന് മദീന കാണാൻ കഴിയണം. അങ്ങനെയുള്ളൊരു കൽബുമായി ജീവിക്കണം. ആ കൽബുമായി മരിക്കണം. ആ കൽബുള്ള ശരീരം കിടക്കുമ്പോൾ നാ ബൻ സകേഗി നാ ബൻ സകേഗാ മിസാൽ തേരി സല്ലല്ലാഹു അലൈഹി വസല്ലം ജവാബ് തേരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വരണം,
സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങളുടെ മയ്യിത്ത് തടകിയതുപോലെ നമ്മുടെ മയ്യിത്തൊന്ന് തടകണം. സയ്യിദ് ഇബ്നു ഖാരിജ തങ്ങളുടെ ശരീരം തടകി കൊടുത്തതുപോലെ നമ്മുടെ ശരീരം ഒന്ന് തടകണം. ഖാദി ഇയാദ് തങ്ങളെ കിതാബു ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫയിലുണ്ട് ഞാൻ ഈ പറയുന്ന സംഭവം. മരിച്ചു കിടക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പോൾ മയ്യിത്തിന്റെ സംസാരം കേൾക്കുന്നു. മഹാന്മാരുടെ ലെവല് വേറെയല്ലേ ചെറുപ്പക്കാരാ? അത് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് കാര്യമുണ്ടോ? മഹാന്മാരെ ഉൾക്കൊള്ളാൻ മാത്രം ഞാൻ ആയിട്ടില്ലെന്നല്ലേ വിലയിരുത്തേണ്ടത്. മയ്യിത്ത് സംസാരിക്കുന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുന്നു. കാരണം തങ്ങളവിടെ എത്തിപ്പോയി. ഈ ഉമ്മത്തിന്റെ ഏറ്റവും ബേജാറ് പിടിച്ച സമയം മരിക്കുന്ന സമയമാണ്. ആ നേതാവ് വരാതിരിക്കുമോ? ശരീരമൊന്ന് തടകിത്തരാതിരിക്കുമോ? ശഫാഅത്തിന്റെ അധികാരം എനിക്ക് വേണം എന്ന് റബ്ബിനോട് ചോദിച്ചു വാങ്ങിയ നേതാവല്ലേ? എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ശഫാഅത്തില്ലെങ്കിലോ എന്റെ സമുദായത്തിലെ പകുതിയോളം ആളുകൾ മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. ഇല്ല ഇല്ല, എന്റെ സമുദായത്തിലെ എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കണം. അതിനെനിക്ക് പരലോകത്ത് ശഫാഅത്തിന്റെ അധികാരം വേണം. അതുകൊണ്ട് ഇഖ്തർതു ശഫാഅത്തിന്റെ അധികാരം റബ്ബിനോട് ചോദിച്ചു വാങ്ങി ഞാൻ എന്ന് പറഞ്ഞ നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ എപ്പോഴും കൊണ്ട് നടന്ന് ജീവിക്കണമെന്ന് മാത്രം സാധുവായ ഞാൻ ഈ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ ഇന്നത്തെ സംസാരം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഇന്നത്തെ വിഷയത്തിന്റെ ബാക്കി വിഷയം ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ കർണാടക കൂട്ടായ്മയായ KCF കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ അതേ ഊദുമെഹത്തയിലുള്ള പാകിസ്ഥാൻ ഓഡിറ്റോറിയമിൽ വെച്ച് സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സംസാരിക്കും. സൗകര്യമുള്ളവരൊക്കെ അവിടെ എത്തിച്ചേരണമെന്ന് ക്ഷണിക്കുന്നു. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊരുത്തപ്പെടുന്ന സദസ്സായി റബ്ബ് ഏറ്റെടുക്കട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. നമ്മൾ ഇത്രയും നേരം ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ സമയം ചെലവഴിച്ചു. ഒരു പരിപാടിക്ക് വേണ്ടി എത്രയാണ് അധ്വാനിക്കുക. ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ട് ആ പരിപാടി അവസാനിക്കണത് വരെ ഉറക്കം വരൂല സംഘാടകർക്കും ഉറക്കം വരൂല. വാലിന് വരുന്ന മൊയിലാർക്കും ഉറക്കം വരൂല. എന്താ വാലിന് വരുന്ന ഉസ്താദിന് എന്താ ഉറക്കം വരാത്ത? അത് സംഘാടകര് പിന്നെ പറഞ്ഞ വിഷയം തന്നെ അവതരിപ്പിക്കാൻ കഴിയോ? സദസ്സിലുള്ളവരെ ശരിക്കും ഖൽബിൽ ബോധ്യപ്പെടുത്താൻ കഴിയോ എന്ന് എന്നെ പോലത്തെ ആളുകൾക്ക് പേടിയാ. ഈ വാല് പറയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള സംഗതി ഒന്നുമല്ല. ചില ആളുകൾ മനസ്സിലാക്കിയത് ഭയങ്കര ഗൾഫിൽ പോകുന്നു, ഫ്ലൈറ്റിൽ പോണു, ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിൽ പോകുന്നു, വാല് പറയുന്നു. ഫ്ലൈറ്റിൽ വരുമ്പോഴും ഫ്ലൈറ്റ് കാണാൻ നേരം ഉണ്ടാവില്ല, ഫ്ലൈറ്റിന്റെ മുകളിലേക്ക് നേരം ഉണ്ടാവില്ല. കൽബിലൊക്കെ മാറ്റർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വിഷയങ്ങൾ എന്തായിരിക്കും പറയാ? ക്ഷണിച്ചവർക്ക് ആശ്വാസമാവോ? എന്നെ ഇവരൊക്കെ പറഞ്ഞ് എന്തൊക്കെ പേടിപ്പിച്ചിരുന്നു, ആരൊക്കെ വന്ന് വാല് പറഞ്ഞ സ്ഥലമാണിത്. അപ്പൊ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പേടിച്ചു, റബ്ബേ ഞങ്ങളെ വലിയ വലിയ ഉസ്താദുമാരൊക്കെ വന്ന് വാല് പറഞ്ഞ സദസ്സിൽ ഈ മുത്താലിമായ ഞാൻ പോയി വാല് പറഞ്ഞാൽ എന്താ നടക്കുക എന്ന്. അപ്പോ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ വാലിന് വന്ന ഉസ്താദിന് തന്നെ അത്ര വലിയ ടെൻഷൻ ആണെങ്കിൽ സംഘടിപ്പിച്ച സംഘാടകർക്ക് അത് കഴിഞ്ഞിട്ട് ഭക്ഷണ പൊതിയൊക്കെ ഇല്ല ഇവിടെ. സുബ്ഹാനല്ലാഹ്, നല്ല ഒറിജിനൽ ആടന്നെ
ആട് എന്ന് പറഞ്ഞിട്ട് വേറൊന്നും ഉണ്ടാക്കിയതല്ല, ആടന്നെ അത് അറുത്തിട്ട് പിന്നെ നല്ല ആട്ടിന്റെ ബിരിയാണിയാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, സാധാരണഗതിയിൽ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് അവസാനം പോകുമ്പോൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ ഉണ്ടായാൽ പിന്നെ കുറച്ച് ആളുകൾക്ക് എന്തുണ്ടാവും, പൊതി കിട്ടാതെ വരും. പ്രത്യേകിച്ച് സംഘാടകർക്കാണ് അങ്ങനെ പൊതി കിട്ടാതിരിക്കാനുള്ള ഭാഗ്യം കിട്ടുക. പൊതി കിട്ടിയിട്ടുള്ള ഭാഗ്യമല്ല, പൊതി കിട്ടുക. കാരണം ആദ്യം വന്നവർക്കൊക്കെ കൊടുക്കും. അപ്പൊ നേരത്തെ തന്നെ ഞാൻ സംഘാടകരോട് പറഞ്ഞു, ആർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തിരക്കിടില്ല, എനിക്കൊരു പൊതി നേരത്തെ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വിഷമായോ? നിങ്ങളെന്താന്ന് വിഷമായോന്ന്? ഇല്ല, ആയാലും പറയണ്ട. തൽക്കാലം ഇപ്പം മുഖത്ത് നോക്കിയിട്ട് വിഷമായിന്ന് പിന്നെ പറഞ്ഞാൽ മതി, ഞാൻ പോയ ശേഷം. അപ്പൊ തൽക്കാലം ഇവിടുന്ന് പറയണ്ട. അള്ളാഹു, ഞങ്ങളൊക്കെ സ്നേഹത്തിന്റെ ഭാഷയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. നമുക്ക് ഇനി ഒരിടത്ത് ഒരുമിച്ച് കൂടണം. നമ്മൾ റെഡിയാണോ? ഇനി ഒരിടത്ത് നമുക്ക് ഒരുമിച്ച് കൂടണം. റെഡിയാണോ? പോരാ, ഈ ഇൻഷാല്ലൊന്നും പോരാ. ദുനിയാവിന്റെ വർത്താനല്ല നമ്മൾ പറയണത്. അതിപ്പോ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ചിലപ്പോൾ കൂടേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. ആഖിറത്തിന്റെ കാര്യമാണ്. റെഡിയാണോ? റെഡിയാണെന്ന് അറിയാം. നോക്കെ ഒന്ന് കൈബൊക്ക്, 2 കൈയും പൊക്ക്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഈ കരങ്ങൾക്ക് റബ്ബ് ക്യാൻസർ നൽകാതിരിക്കട്ടെ. അള്ളാഹുവേ, ഈ കരങ്ങളെ നീ കാണുന്നുണ്ടോ റഹ്മാനെ? അള്ളാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാർ, ഉമ്മമാർ, ഉപ്പമാർ, ഞങ്ങളെ പ്രിയപ്പെട്ട ജേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, നമ്മുടെ കുടുംബം, സ്നേഹജനം, നമ്മുടെ പൊന്നു മക്കള്, അള്ളാഹുവേ, മരണം വരെ ഞങ്ങൾക്ക് ആർക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ, ട്യൂമർ പോലെയുള്ള ഒരു രോഗവും നീ ഞങ്ങൾക്ക് തന്ന് പരീക്ഷിക്കല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് അതിന് നിന്നോട് ചോദിക്കാൻ ഒരു അവകാശവും ഇല്ല, ഒരു അർഹതയും ഇല്ല. ഈ സദസ്സ് ഇവരൊക്കെ തിരക്കിട്ട ആളുകളാണ് റബ്ബേ. ജോലിയുടെ തിരക്ക്, പ്രവർത്തനത്തിന്റെ തിരക്ക്, കച്ചവടത്തിന്റെ തിരക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിലും ആദ്യാന്ത്യം വരെ, തുടക്കം മുതൽ അവസാനം വരെ ഇടക്ക് ഞാൻ എണീറ്റു പോകൂല. കാരണം ഇത് എൻ്റെ ബിസിനസിന്റെ ഫീൽഡ് അല്ല, ഇത് മുത്തുനബി തങ്ങളെ സദസ്സാണ്. തിരക്ക് മരണം വരെ തിരക്ക് അവസാനിക്കൂല. ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന ഖുർആൻ പറഞ്ഞത് വാപ്പമാരെ, മരിച്ചിട്ട് ഖബറിൽ കൊണ്ടുപോയി കിടത്തിയാൽ നമ്മുടെ ഒക്കെ തിരക്ക് അവസാനിക്കും. അതുവരെ ഒരുവന്റെ തിരക്കും തിരക്കില്ലാത്തവനും തിരക്കന്നെയാണ്. പക്ഷേ നിങ്ങളൊക്കെ ഇത്രയും തിരക്കുണ്ടായിട്ട്, പല ടെൻഷനുകൾ ഉണ്ടായിട്ട്, കുടുംബത്തിന്റെ വിഷമങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ആദ്യാന്ത്യം വരെ ഈ സദസ്സിലിരിക്കണമെന്ന നിയത്ത് വെച്ച് തുടക്കത്തിൽ വന്ന് ഇതുവരെ നിങ്ങൾ ഇരുന്ന് സഹകരിച്ചു. ഇത് വെച്ചിട്ട് നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം. നമുക്ക് വേറൊന്നുമില്ല. ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും നേരെ ഇരുന്നത് ഒരു ആട്ടിറച്ചി ബിരിയാണിന്റെ ഒരു പൊതിക്ക് വേണ്ടിയാണോ? നിങ്ങൾ പറയും. നിങ്ങളെന്താ മിണ്ടാത്തെ? ആണെന്നുള്ളത് പോലെ ഉണ്ടല്ലോ. അല്ലല്ലോ. പിന്നെന്തിനാണ്? ഇത് ഹബീബിന്റെ സദസ്സാണ്, മനസ്സിന് സമാധാനം കിട്ടുന്ന സദസ്സാണ്. ഖുർആൻ പറഞ്ഞത് അങ്ങനെയല്ലേ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണേ മാന്യ മഹാജനങ്ങളെ, അള്ളാന്റെ ദിക്റാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകിയ ആശയം. ദിക്റുല്ലാ എന്ന് പറഞ്ഞാൽ ഹബീബാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ കൊണ്ട് മനസ്സിന് സമാധാനം കിട്ടും എന്ന് കരുതിയിട്ടാണ് അള്ളാഹ് ഇത് വെച്ചിട്ട് നമുക്ക് അള്ളാഹിനോട് ചോദിക്കാം. നിങ്ങളൊക്കെ ഉറക്ക ആമീൻ പറയണം. അള്ളാഹുവേ, ഈ പറയപ്പെട്ട ഞങ്ങൾക്കും മേൽ പറയപ്പെട്ട ഒരാൾക്കും ക്യാൻസർ നൽകല്ലേ അല്ലാ, ട്യൂമർ നൽകല്ലേ അല്ലാ, അറ്റാക്ക് നൽകല്ലേ അല്ലാ, പെട്ടെന്നുള്ള മരണം നൽകല്ലേ അല്ലാ, കിഡ്നി ഫെയിലൂറാക്കല്ലേ അല്ലാ, ലിവർ തകർക്കല്ലേ അല്ലാ, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. തലശ്ശേരി മുസ്ലിം ജമാഅത്ത്. ഞാനിപ്പോ അടുത്ത് ഒമാനിൽ ചെന്നപ്പോ അവിടെ ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നു. റെസ്റ്റോറന്റിന്റെ പേരെന്താണെന്നറിയോ? ടെലീന, അങ്ങനെ എന്താ കണ്ടു? ടെലിന്ന് കണ്ടു. ഞങ്ങളെ നാട്ടിൽ തെലി എന്ന് പറഞ്ഞാൽ വേറെ ഞങ്ങളെന്താ പറയാ എനിക്കറിയില്ല. ഈ പശുവിനൊക്കെ കുടിക്കാൻ കൊടുക്കണം എന്നുണ്ടല്ലോ, എന്താ പറയാ? ഒന്ന് പറയാ, നമ്മളെ ഭാഷ വേറെ ആയതുകൊണ്ട്. കാടിയ. ഞങ്ങളെ നാട്ടിൽ കാടി എന്ന് പറഞ്ഞാൽ കടിക്കാൻ വരുന്നതിനാണ്. ആയിക്കോട്ടെ, നിങ്ങൾ കാടി. അപ്പൊ ഈ കാടിയാകണതിനാണ്, ഈ കാടിക്കാണ് ഞങ്ങൾ തെലിന്ന് പറയാം. അതാണ് ഹോട്ടലിന്റെ പേര്. ഞാൻ കരുതി ഇവിടെ ഇപ്പൊ ഈ കാടി മാത്രമേ കിട്ടുള്ളൂ തോന്നുന്നുണ്ട് ഈ ഹോട്ടലിൽ കയറിയിട്ട്. നോക്കുമ്പോ ഹോട്ടലുകാരൻ ഒരു തലശ്ശേരിക്കാരനാ.
അപ്പൊ തലശ്ശേരിയുടെ ഷോർട്ട് ഫോമാണ് ഫെലീന്ന് അയാളിട്ടത്. എന്താ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. തലശ്ശേരി എന്നതൊരു ബ്രാൻഡാണ് അല്ലേ? അങ്ങനെയാണല്ലോ. തലശ്ശേരി റെസ്റ്റോറന്റ്, തലശ്ശേരി ബിരിയാണി, തലശ്ശേരി ഐറ്റംസുകൾക്കൊക്കെ ഭയങ്കര നിലയും വിലയാ. അല്ലാഹു വലിയ ബർക്കത്തേട്ടെ. തലശ്ശേരി എന്ന് പറഞ്ഞാൽ തലശ്ശേരിക്ക് മാത്രമല്ല കേട്ടോ, അതൊക്കെ കണ്ണൂർ ജില്ലക്ക് മൊത്തം ബാധകമാണ്. അല്ലാഹു ബർക്കത്തേട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത? അല്ലാഹു ബർക്കത്ത്. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ തലശ്ശേരി മുസ്ലിം ജമാഅത്ത് ഇവിടെ രൂപീകരിക്കുകയും പലയിടങ്ങളിലുണ്ട്. അൽഹംദുലില്ലാ UAE ചാപ്റ്റർ വളരെ സജീവമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഞാൻ തന്നെ ഈ ത്വയ്ബ പ്രോഗ്രാമിന്റെ വ്യത്യസ്തമാർന്ന പരിപാടികൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, എന്തൊക്കെയാണ് റബ്ബേ ഇവരിങ്ങനെ ചെയ്യണത്. അള്ളാഹു നൽകുന്ന ഒരു തൗഫീഖ്, വല്ലാത്തൊരു തൗഫീഖാണ്. ഒക്കെ ഇങ്ങനെ കാണിച്ചു നോക്കും. പണ്ട് ഇന്ന് വന്ന ആളുകളെ കൂട്ടത്തിൽ സെലക്റ്റായ ഒരാൾക്ക് ഉംറക്ക് പോകാൻ സൗജന്യ അവസരം. എന്നെയും കൂടി അതിൽ പെടുത്തുമായിരിക്കും. ആ പേരിൽ എന്നെയും പേരും കൂടി പെടുത്തണേ ട്ടാ. പക്ഷെ പലപ്പോഴും ഇങ്ങനെ ഒരു അവസരമൊക്കെ കൊടുക്കുമ്പോൾ വയലിന് വന്ന ഉസ്താദിനെ പെടുത്താറില്ല. അപ്പൊ എന്നെയും കൂടി ഒന്ന് പെടുത്തണം ആ പേരിടുമ്പോൾ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. സെലക്ട് ആയാൽ എന്നെ അയക്കണ്ട കേട്ടോ, അത് വേറെ ആരെങ്കിലും അയച്ചാൽ മതി. അല്ലെങ്കിൽ ഓറ് പറയും അത് അവർ തമ്മിലുള്ള എന്തോ ഒരു ഇതാക്കിയിട്ട് അതങ്ങനെ ഒപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, ഉമ്മമാരൊക്കെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ, അള്ളാഹു അവർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ സ്ത്രീകൾക്ക് ഇവിടെ ഇന്നത്തെ പരിപാടിയിൽ സംബന്ധിക്കുന്ന സ്ത്രീകൾക്ക് പിന്നെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ത്രീക്ക് അല്ലെ 10 ആൾക്കാ ഒരാൾക്ക് ഗോൾഡ് കോയിനാണ്, സ്വർണ്ണ നാണയം. അല്ലാ, ആ ഭാഗ്യമുള്ള ഒരു പെണ്ണുങ്ങൾ ആരാ പടച്ച റബ്ബിനറിയാം. ഇത് കേട്ടപ്പോൾ ഞാൻ തോന്നി എനിക്ക് എൻ്റെ ഭാര്യനെയും കൂട്ടി ത്വയ്ബ പ്രോഗ്രാമിലേക്ക് വിളിച്ചു വരുമായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ കരുതിപ്പോയി. അപ്പൊ അത് തെരഞ്ഞെടുക്കപ്പെടുന്ന ആ ഭാഗ്യവാനും ആ ഭാഗ്യവതിയൊക്കെ ആരായിരിക്കും? അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ ഗോൾഡ് കോയിന് കിട്ടിയില്ലെങ്കിലും വിഷമിക്കണ്ട. ഉംറക്ക് അള്ളാഹു നമുക്കൊക്കെ അള്ളാഹു ഒക്കെ പോകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. എന്തൊക്കെ എന്നിട്ട് യാ അക്രമാ ബൈത്ത് വ്യത്യസ്തമായ പരിപാടികളാണ്. കേവലം ഈ ഒരു മെഹഫിൽ മാത്രമല്ല, പ്രഭാഷണം മാത്രമല്ല, ഇശല് വിരുന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ നടന്നു. യാ അക്രമ ബൈത്ത് അതിങ്ങനെ വീഡിയോ ആക്കിയിട്ട് 2 ശൈലിയിൽ എന്താക്കുക, അവതരിപ്പിക്കുക. അതിലേറ്റവും മികവ് തെളിച്ച ആൾക്ക് സമ്മാനം കൊടുക്കും. എന്തൊക്കെയോ സമ്മാനങ്ങളാണ്. റബ്ബേ, അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ. ഇതൊക്കെ ഉണ്ടാകണു സ്വന്തം നമ്മൾ എന്തിൽ പ്രവർത്തിച്ചാലും. ഇപ്പൊ എനിക്കിപ്പോൾ എവിടെ വാദിന് പോയാലും എന്നോട് പലരും പറയും ആ കളസ എന്നൊരു പേര് തൽക്കാലം മാറ്റിയിട്ട് ഇപ്പൊ ദർസ് നടത്തുന്ന സ്ഥലത്ത് മൂടബിദ്ര എന്നാണ് ദർസ് നടത്തുന്ന സ്ഥലം, അവിടെ ആ പേര് വെക്കണം എന്നൊക്കെ പറയും. ഞാൻ പറയും ഒരിക്കലുമില്ല. കാരണം ഹുബ്ബുൽ വത്വനി മിനൽ ഈമാനാണ്. ഹുബ്ബുൽ വത്വനി മിനൽ ഈമാൻ. പറന്നു വീണ മണ്ണിനെ സ്നേഹിക്കാൻ പറ്റാത്തവൻ ഓനെ എന്തിനു പറ്റും? പറന്നു വീണ മണ്ണിനെ സ്നേഹിക്കാൻ പറ്റാത്തവനെ ഓനെ എന്തിനു പറ്റും? അതുകൊണ്ട് കളസ തന്നെയാണ്. പിന്നെ കൊളസാന്നാവരുത്, കളസ തന്നെ. ചില ആളുകൾ തെറ്റിയിട്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതങ്ങനെ ശരിയല്ല. ചില ആളുകൾ മനസ്സിലാക്കി അതത് ബിരുദാണ്. ബിരുദൊന്നുമല്ല, ജനിച്ച് വളർന്ന നാടാ. ആ നാടിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഈമാന്റെ ഭാഗമാണ് അല്ലേ? ഇപ്പൊ കൂടുതൽ പറയാനൊന്നും സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മൾ എന്തിൽ പ്രവർത്തിച്ചാലും നമ്മൾ തന്നെയല്ലേ ICF-കാര്, നമ്മൾ തന്നെയല്ലേ ആരസിക്കാര്, നമ്മൾ തന്നെയല്ലേ മർക്കസിന്റെയും സാദിയയുടെയും ഒക്കെ ആളുകൾ നമ്മൾ തന്നെയാണ്, ഞങ്ങൾ തന്നെയാണ് KCF-കാര്. എന്നാലും നമ്മുടെ നാട് അത് നമ്മുടെ സ്വാർത്ഥതയാണ്, നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ നാട് അല്ലേ? ഒരു വിഷയം വരുമ്പോ നാട്ടാർ മുഴുവനും ഒന്നിക്കും അല്ലേ? നമ്മളെ നാട്ടുകാരുടെ കളി അടാ പുറം നാട്ടുകാർ വന്നിട്ട് നമ്മളെ നാട്ടുകാരോട് കളിച്ച വിടുവാ കണ്ട ഈ ചെറിയ കുഞ്ഞുമോനടക്കം പറയാൻ വിടൂല. അള്ളാഹു വലിയ ബർക്കത്തേട്ടെ. ഞാൻ ഇവിടെ ഗൾഫിൽ എവിടെ വന്നാലും ഈ കുഞ്ഞിനെ കാണും. നേരെ മുന്നിലുണ്ടാവും, ഓടി വന്നിട്ട് കൈതരും, സ്റ്റേജിലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ സദസ്സൊക്കെ കഴിഞ്ഞ ശേഷം ഈ കുട്ടി വന്നിട്ട് എന്നോട് പറയാ, ഉസ്താദേ ഞാൻ നേരത്തെ തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരുന്ന ശേഷം ഓൻ്റെ പാട്ടൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഓൻ എൻ്റെ മനസ്സ് വായിച്ചു. ഞാൻ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചു, ഓ എന്താ ഇപ്പോൾ പാടൊന്നും പാടാം അവിടെ പോയിരിക്കണേന്ന്. അപ്പോൾ ഓൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാനേ നിങ്ങൾ വരുന്ന മുമ്പ് തന്നെ പാടിയിട്ടുണ്ട് എന്ന്. അള്ളാഹു വലിയ ബർക്കത്തേട്ടെ. അള്ളാഹു ഞങ്ങളെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. അപ്പോൾ ഓനക്ക് പോലും അറിയാം, ഓനക്ക് തന്നെ ഇത്ര വികാരം ഉണ്ടെങ്കിൽ
അപ്പോൾ പ്രായപൂർത്തിയായ നമുക്കൊക്കെ സ്വന്തം നാട്ടുകാരോട് എത്ര വികാരം ഉണ്ടാവും. അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ തലശ്ശേരി മുസ്ലിം ജമാഅത്ത് കേവലം ഈ ഒരു പ്രോഗ്രാം മാത്രമല്ല നടത്തുന്നത്, ഒരുപാട് നാം കാണുന്നതും കാണാത്തതുമായ പിന്നെ ദീനീ സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. നമ്മള് തലശ്ശേരിക്കാരെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അള്ളാഹു നിലനിർത്തി തരട്ടെ. അല്ല, നിങ്ങളിപ്പോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളടുത്തേക്കൊന്നും പിരിവിന് വരുന്നില്ല, ഞങ്ങൾ ആരും ഇതാകണ്ട. ഞാനിവിടെ ആരടുത്ത് ഇതുവരെ അങ്ങനെ പിരിവിന് വന്നിട്ടില്ല. അത്ര അടുപ്പുള്ള ആളോട് ഫോണിൽ ചോദിക്കുന്നല്ലാതെ അങ്ങനെ വീട്ടിൽ വന്നിട്ടോ ഓഫീസിൽ വന്നിട്ടോ ഞാൻ ഇതുവരെ പിരിവൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയട്ടെ, എനിക്ക് 100% അറിയാം, തലശ്ശേരിക്കാരെ കയ്യിൽ നല്ല പൈസ ഉണ്ട്, അള്ളാഹു നിലനിർത്തി തരട്ടെ. നിങ്ങൾ ഉറക്ക ആമീൻ പറഞ്ഞാൽ നിലനിൽക്കും, ഇല്ലെങ്കിൽ പോവും. അള്ളാഹു നിലനിർത്തി തരട്ടെ. കണ്ട എന്തൊരാഗ്രഹം, നിലനിന്ന് കിട്ടണം, അള്ളാഹു നിലനിർത്തി തരട്ടെ ആണ്. അപ്പോ നല്ല പൈസ ഉണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലും കർണാടകയിലും നേരത്തെ നമ്മളെ അനീസ് സാഹിബ് പറഞ്ഞതുപോലെ വ്യാപിച്ചു കിടക്കണ ഏത് സ്ഥാപനത്തിനും, ഈവൻ കർണാടകയിലെ മംഗലാപുരത്ത് നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന മൂടബിദ്ര എന്ന സ്ഥലത്ത് 60 മുതഅല്ലിമുകൾ പഠിക്കണം ഞാൻ നടത്തുന്ന ആ ദർസിൽ പോലും തലശ്ശേരിക്കാരെ സഹായമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കണ്ണൂർ ജില്ലക്കാരെ സഹായം, കേരളക്കാരെ സഹായം, അള്ളാഹു നിങ്ങൾക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ മറന്നു പോകരുത്, നമ്മുടെ നാട് മറന്നു പോകരുത്. നമ്മളെല്ലാ സ്ഥാപനത്തിന് കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ നാട് നമ്മുടെ സ്വാർത്ഥതയാണ്, അതിൽ നമുക്കൊരു സെൽഫിഷ്നെസ് ഉണ്ടാകും. നമ്മുടേത് എന്നത് അത് വല്ലാത്ത, നമുക്ക് എല്ലാം അങ്ങനെ പറയാൻ പറ്റൂല, നമ്മുടേതാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ ഉന്നമനത്തിനും ഉയർച്ചക്കും വളർച്ചക്കും നിങ്ങളൊക്കെ പ്രവർത്തിക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അകമഴിഞ്ഞ് സഹായിക്കണം. ഇൻഷാ അല്ലാഹ് തലശ്ശേരി മുസ്ലിം ജമാഅത്ത് ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് ഈ ആയുസ്സിനിടയിൽ എല്ലാരെയും നമ്മെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ സമാധാനിപ്പിക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. നാം കാരണം ഒരാളെ മനസ്സ് വേദനിക്കരുത്. വേദനിക്കുന്ന മനസ്സിന് ആശ്വാസം പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാണ്. ഒരു വിഷമം മാറ്റിക്കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ ആഖിറത്തിലെ വിഷമം അള്ളാഹു മാറ്റിത്തരും. നിങ്ങൾ നോക്കൂ, ക്യാൻസർ സെന്ററിൽ RCCയിൽ ഒന്ന് പോയി നോക്കൂ നിങ്ങൾ. അള്ളാഹു നമുക്ക് അവിടെ പോയി കിടക്കണ ഒരവസ്ഥ റബ്ബ് വരുത്താതിരിക്കട്ടെ. ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ? ഞാൻ ഈ കൂട്ടത്തിൽ കൈപൊക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ധൈര്യമുള്ളവൻ പൊക്കിക്കോട്ടെ. മരിക്കണത് വരെ എനിക്ക് ക്യാൻസർ വരൂല എന്ന് ഉറപ്പുള്ളവൻ കൈപൊക്ക്, ഉറപ്പുള്ളവൻ കൈപൊക്ക്. കണ്ടങ്ങള് എത്ര കാര്യം പറഞ്ഞപ്പോഴാണ് ഓരോരുത്തരും 2 കൈ പൊക്കിയതാ. ഇത് ചോദിച്ചപ്പോ ഒരാളെ കൈ പോലും പൊങ്ങണില്ല. എന്തേ കാരണം? എന്താണ് 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 നമുക്ക് പിന്നീട് നമ്മുടെ ശരീരത്തെ രോഗം പിടിച്ചു കുലുക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ദുആ ചെയ്യാം, അള്ളാഹു നമുക്ക് ആ അവസ്ഥ വരുത്താതിരിക്കട്ടെ. അത് വരുത്താതിരിക്കണമെങ്കിൽ നാം എപ്പോഴും രോഗികളെ കൂടെ വേണം. രോഗികളെ കണ്ടില്ല എന്ന് നടിക്കരുത്. രോഗികൾക്ക് അവരുടെ രോഗം മാറ്റാനൊന്നും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. രോഗം മാറ്റാൻ കഴിവുള്ളവൻ റബ്ബ് മാത്രമാണ്. ആ റബ്ബാണ് ഷാഫി, ആ റബ്ബാണ് കാഫി, ആ റബ്ബാണ് മുആഫി. പക്ഷേ അവർക്ക് നമ്മെ കൊണ്ട് കഴിയുന്നത് എന്തെങ്കിലും ചെയ്യണം. തലശ്ശേരി മുസ്ലിം ജമാഅത്ത് അൽഹംദുലില്ലാഹ് തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിനോട് ചേർന്നുകൊണ്ട് തന്നെ സാന്ത്വന പിന്നെ കേന്ദ്രം ഉണ്ടാക്കി അത് കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രോഗികളുടെ ചികിത്സാ ഫണ്ട് ഒരു ഭാഗത്ത്, അതുപോലെ രോഗികളെ ആശ്വസിപ്പിക്കുന്ന പല പല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അള്ളാഹു ഇനിയും അത് ശക്തിപ്പെടുത്താൻ ഭാഗ്യം നൽകട്ടെ. അള്ളാഹു അങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു രോഗങ്ങളെ തരാതിരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പറയില്ല. ഇവിടെ നമ്മുടെ തലശ്ശേരി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിന് കീഴിൽ നടത്തുന്ന സാന്ത്വന പ്രവർത്തനത്തിന്റെ ഡോക്യുമെന്ററി ഇൻഷാ അല്ലാഹ് ഒരു 5